തുഷി, കഥക് തുറക്ക്. ഒന്നിച്ചാണെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ ആവും. എന്നോട് ക്ഷമിക്കണം. എനിക്ക് കഴിക്കാൻ ഒന്നും വേണ്ട. ഞാൻ സീരിയസ് ആയിട്ട് പറയാ. പൊയ്ക്കോ ഇവിടുന്ന്. ഫൈനൽ ഡിപ്പാർച്ചർ. നീ ഒന്ന് പോയി ഡോക്ടറെ കാണുന്നത് നല്ലതാ. നമസ്കാരം സർ. ഇതൊക്കെ ഏത് കാലത്ത് മനസ്സിലാവും? ഓരോ തവണ വരുമ്പോഴും ഓരോരുത്തന്മാരും കൊണ്ടുവരും. ഒരു പാവത്തെ പോലെ എടുത്തിട്ട് 3 പെക്കപ്പ് അടിച്ച് കയറ്റിയത്. ഇനിയെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തും. ശരി പരിചയപ്പെടുത്താം. ഫോർമൽ ഇൻട്രൊഡക്ഷൻ. ഇവനാണ് നീൽ, എന്റെ അടുത്ത കൂട്ടുകാരൻ, അതായത് ആത്മാർത്ഥ സുഹൃത്ത്. ഓക്കേ. ഇത്രയും നാള് ഗുഡ്ഗാവിലായിരുന്നു, ഇപ്പഴാ ഇങ്ങോട്ട് വന്നത്. നല്ല പയ്യനാ ആൻഡ് ബ്രില്യന്റ്. ഇപ്പൊ ഇവൻ നമ്മുടെ മിൽക്ക് ഫാക്ടറിയിലാ ജോലി ചെയ്യുന്നത്. അത് നീൽ, നിങ്ങള് തെറ്റിദ്ധരിക്കല്ലേ. ഇവിടെ ക്രിയേറ്റീവ്, കോർപ്പറേറ്റ്, തുണി അലക്കുന്ന ആൾക്കാര്, പാൽക്കാരൻ, അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാരും ഉണ്ട്. സത്യം പറഞ്ഞ എല്ലാരും ഫ്രസ്ട്രേറ്റഡാ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇത്രയും നാൾ കൊൽക്കത്തയിൽ ഇല്ലാതിരുന്നോണ്ട് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്തു. എനിക്ക് ഈ സൗഹൃദത്തിൽ എല്ലായ്പ്പോഴും നല്ല വിശ്വാസം തന്നെയാ. അത് മാത്രമല്ല, അത് നമ്മളെ എപ്പോഴും സംരക്ഷിക്കും. എല്ലാരും ഒരു മിനിറ്റ് നോക്കിയേ. Let's say a toast for Mr. Neil. Cheers. Cheers. നന്നായി കുടിക്കണം, മൂക്ക് കൊണ്ട് കുടിക്കണം, അടിച്ചു പൊളിക്കണം. അതന്നെ. പ്രഭുണ്ണ, അണ്ണന്റെ ഈ പുതിയ കൂട്ടുകാരന് വേണ്ടിട്ടേ അണ്ണന്റെ കവിതാ സമാഹാരത്തിൽ നിന്ന് ഒരു പുതിയൊരു കവിത എടുത്ത് കാലക്ക്. Come on. അയ്യോ, എന്തോ നാടകം. വേഗം ആകട്ടെ. എന്റെ പൊന്ന് ചങ്ങാതിമാരെ, ഞാൻ എന്ത് കവിത ചൊല്ലാനാ?
ചില സമയങ്ങളിൽ ഞാൻ കവിയാകും, കാരണം അരെ ഞാനൊരു വാ, മനുഷ്യനാണ്. സൂപ്പർ സൂപ്പർ. വളരെ മനോഹരമായിട്ടൊരു കവിത പറഞ്ഞല്ലോ. ഇനി വേറൊരു കവിത വായിക്കാം കേട്ടോ. പകലും നിലാവിനെ കാണുന്നത് ഞാൻ ഒരാൾ മാത്രമാണ്. ആ പകൽ നിലാവ് നീയല്ലേ. എന്റെ അണ്ണ, അണ്ണനോട് കവിത പാടാൻ പറഞ്ഞാൽ അണ്ണൻ എന്തോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തോ നട സത്യം പറ, അണ്ണന്റെ കവിത കേട്ടപ്പോഴല്ലേ അണ്ണന്റെ ആള് അണ്ണ വിട്ടിട്ട് പോയത്? ശരിയല്ലേ? അതൊന്നും ഒരു കാരണമേ അല്ല. അവക്ക് ബുദ്ധി വളർച്ചയില്ലാത്തോണ്ട് പാട്ടും കവിതയൊന്നും അവക്ക് ഇഷ്ടമല്ല. ഒരു 10 വയസ്സുടെ കുറവുള്ള ആള്. മനുഷ്യനെ അല്ലടാ. വാ വാ, അടിപൊളി. മത്സരത്തിന് അയക്കുന്ന കവിതയാ. ശരി, എന്നാ ഒരു കാര്യം പറയട്ടെ. ഈ പാട്ട് പാടുന്നത്, കവിത ചൊല്ലുന്നത്, ഇതൊന്നും വേണ്ടെന്നേ. ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ഒരു കട്ടിങ് അടിച്ച് സന്തോഷമായിട്ടിരിക്കണം. അതാണ് എനിക്കിഷ്ടം. മനസ്സിലായോ? നീൽ, ഇത് ശശി, എന്റെ ഫ്രണ്ടാണ്. കാണുന്ന പോലല്ല കേട്ടോ. കോപ്പി റൈറ്റർ നമ്മുടെ പ്രഭു ചേട്ടന്റെ സ്ഥാപനത്തിലാണ് ജോലി അത് ചെയ്യുന്നത്. ശരി. അവിടെയാണോ ജോലി ചെയ്യുന്നത്? ആ, മിസ്റ്റർ നീൽകമൽ, ഇല്ലില്ല, നീലെന്ന് മാത്രമേ ഉള്ളൂ. നീൽ. ഇങ്ങോട്ട് എന്താ മിണ്ടായിരിക്കുന്നേ? ഒരു പാട്ട് പാടിക്കൂടെ? യാ, വൈ നോട്ട്? ഏയ്, പാടാനാണോ പറ്റാത്ത? വേണമെങ്കിൽ ഇത് വലിച്ചിട്ട് ഞാൻ പാടാം. നിനക്ക് വേണ്ടേ? നന്നായിരിക്കും. സോറി. കഴിക്കടാ. പാടുമെന്നാ തോന്നുന്നു. അതൊന്നും സാരമില്ല, പാട്. ഏത് ഭാഷയിലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് പാട്. ആ, അതെ അതെ. ഞാനൊരു കവിത പാടാം. തുള്ളിക്കൊരുകുടം പെയ്യുന്ന കാലവർഷത്തിൽ ഈറനണിഞ്ഞു നിൽക്കുന്ന അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നു. അവളെന്റെ പ്രിയസഖിയെന്നും ഞാൻ തീരുമാനിച്ചു. സന്തോഷ് പോലെ നീ കളിക്കണം. ഞങ്ങൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും നീ ആള് തന്നെയാണ്. ഇവരെല്ലാം ഞെട്ടിച്ച് കളഞ്ഞല്ലോ. ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. So good. നീ തന്നെ ഇങ്ങനെ പോയിരുന്നില്ല, എങ്ങനെ ശരിയാവുന്നേ? ഏയ്, നീ ഒരു പാട്ട് പാട്. പ്രേമമെന്നാൽ എന്താണ് തോഴ? അത് കരളിനുള്ളിലെത്തിയാണ് തോഴ. പ്രേമമെന്നാൽ എന്താണ് തോഴ? അത് കരളിനുള്ളിലെത്തിയാണ് തോഴ. ഹലോ, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എവിടെയാ? ഞാനിങ്ങ് എത്തി. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്താം. ഓക്കെ. പിന്നെ ടീയോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നീ വെയിറ്റ് ചെയ്യ്, ഞാൻ എത്തിക്കോളാം. ഓക്കെ. എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ. പറയാൻ മാത്രമൊന്നുമില്ല, ഞാൻ നിരന്തരം വഴക്ക് കേട്ടുകൊണ്ടിരിക്കുക. ഏയ്, ഇത് ഗവൺമെൻറ് ജോബൊന്നും അല്ല. എന്ത് പറയാനാ, അവസ്ഥ കുറച്ച് മോശമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ പ്ലീസ്. ഇല്ലില്ല, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. ജീവിതം ശരിക്കും ബോറടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരൊക്കെ അകലെയാണ്. അല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഏയ്, നിനക്കെന്താ പറ്റിയേ? ഏയ്, നിനക്കൊന്നും. പിന്നെ ഇത് ഉപയോഗിച്ചോ. ഒരു മിനിറ്റേ. എന്തു പറ്റി? അവൻ ഭയങ്കര ടെൻഷനിൽ പോകുന്നുണ്ടല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു പറ്റി? ഓക്കെ അല്ലേ? ഇന്ന് ഈ ഫയൽ പിടിക്ക്. എന്നാ ഈ വെള്ളം കുടിക്ക്. അല്ല, നീയും ഓവറായി പോയോ? ഇല്ലില്ല. ഏയ് നോക്ക്, ഒരു ഫുള്ളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാര് തീർക്കും എഴുതിട്ടാ? ഇങ്ങനെ വാമിറ്റ് ചെയ്താൽ ആര് തീർക്കും? ആ ഓർഡർ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ക്യാൻസൽ ചെയ്തേക്ക് പ്ലീസ്.
ഐ വിൽ ഡ്രോപ്പ് ഹെയർ. അതായത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. വേണ്ട, ഞാൻ ഹോസ്റ്റലില്ല. ഓ അതെ, ഓക്കെ, അപ്പോൾ ഞാൻ hostel ല്. നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. വേണ്ട, സാരമില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. വെള്ളം ഒഴിക്കാതെ കുടിക്കരുത്, ഞാൻ കേൾക്കില്ല. വാ. പോവാം. ശേ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ലോങ് ഡ്രൈവ് പോയാലോ? ആ അതിനെന്താ, പോവാലോ, പോവാം. വർക്ക് ലോഡ് വളരെയധികം കൂടുതലാണ്. ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ പോയാൽ നന്നായിരിക്കും. ആ നീ പറഞ്ഞത് ശരിയാ, വീക്ക്ലി വൺസ് നമുക്ക് പോവാം. എന്താ, ശരിയല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം. ഇവിടെ നിർത്തിയാൽ മതി. ആ കവിത നിനക്ക് ഓർമ്മയുണ്ടോ? ആ, അത് കവിതയേ അല്ല, അത് കാവ്യമാണ്. താങ്ക് യു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു. നീ തന്ന ഉപകാരത്തിന് വളരെ നന്ദി. ഇല്ല, നീ താങ്ക്സ് ഒന്നും പറയണ്ട. ആക്ച്വലി എൻ്റെ കയ്യിൽ ആരുടെ നമ്പറും ഇല്ല. അവസാനം ഞാൻ സമന്തിയെ ഒന്ന് വിളിച്ച് പ്രഭുവിൻ്റെ നമ്പർ വാങ്ങിയപ്പോൾ ആ നമ്പറും നോട്ട് റീച്ചബിളാ. പിന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച് ഞാൻ പെടാതെ പാടുപെട്ടു. ഇന്നാ താങ്ക് യു. ബൈ ദ വേ, ക്ലീൻ ചെയ്യാൻ വേണ്ടി കാറ് ഗ്യാരേജിൽ വിടേണ്ടതായിരുന്നു. ഞാനന്ന് വൊമിറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ക്ലീനിങ് ചാർജ് നീ തന്നെ കൊടുക്ക്. ഹൗ മീൻ. ഓക്കെ. താങ്ക് യു. പാൽക്കാരൻ. Sir, may I help you? എന്താ ബോറടിക്കുന്നുണ്ടോ? ആ ബുക്കൊന്ന് തരാമോ? ഞാൻ വായിച്ചിട്ട് തരാം. ഞാൻ വായിച്ചു കഴിഞ്ഞു. എന്നാ. നമ്മുടെ ആ ലാസ്റ്റ് പാർട്ടി സൂപ്പർ ആയിരുന്നല്ലേ? എന്ത് രസമായിരുന്നു, സമയം പോയതേ അറിഞ്ഞില്ല അല്ലേ? ആ അതെ. ആ തീ കത്തുന്നുണ്ട്. എന്താ ഗ്യാസ് ഒക്കെ ഉണ്ട്. എന്താ പറ്റിയേ? എന്തുപടി, ഈ സിറ്റിയിൽ ഇത്രയും നല്ല ഫ്ലാറ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. അതും സിറ്റിയുടെ നടുക്ക, സെമി ഫർണിഷ്ഡും ആണ്. പിന്നെ ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും ഒക്കെ അടുത്ത് തന്നെയുണ്ട്. പ്രഭ വെറുതെ ആവശ്യമില്ലാതെ പറയരുത്. ഇത് സെമി ഫർണിഷ്ഡ് ആണോ? ആ ശരി, അപ്പൊ നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ? ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഷെയറിംഗ് ഫ്ലാറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ കൂടിയാണ് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം. ഓ അത് ശരി.
കുറച്ച് നാളത്തേക്ക് രണ്ടുപേരും ഇവിടെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. നമുക്ക് വേറെ നോക്കാന്നേ. എന്നാ വിട്ടേക്ക്, അറ്റാച്ച് ബാത്റൂം അവരെടുക്കട്ടെ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയാ പറയുന്നത്. രണ്ടുപേരുടെ ഓഫീസും ഇവിടുന്ന് വളരെ അടുത്തല്ലേ, അതുകൊണ്ടാണ് ഇവിടെ എടുത്തത്. തിരിച്ചു വരുന്ന വേറെ സമയത്തല്ലേ? എടി പോസിറ്റീവ് എന്നൊന്നും ഉണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് വേറെ നോക്കാം. അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്, പിന്നെ റൂം സർവീസും ഉണ്ട്. പിന്നെ പോരാത്തിന് ഇദ്ദേഹം ഉണ്ടല്ലോ. ആ ചായ കുടിക്കാം നമുക്ക്. പിന്നെ ഈ ഫ്ലാറ്റിലെ താമസക്കാരായിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ പോരെ? അപ്പൊ പാചകം ഞാനാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക. അതൊന്നും എനിക്ക് ചിക്കൻ, മട്ടൻ, തലക്കറി എല്ലാം നന്നായിട്ടുണ്ടാക്കും. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇത് നോക്ക്, പാചക കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. എനിക്കിഷ്ടമില്ലാത്ത ഞാൻ കഴിക്കില്ല. ഞാൻ കഴിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ഉണ്ടാക്കത്തില്ല, പേടിക്കണ്ടെന്നേ. എന്താ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നീ കോളേജിൽ പഠിച്ചിട്ട് വരുവാണോ അതോ ഷെഫായിട്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്തിട്ട് വരുവാണോ? എന്താ ഇതിങ്ങനെ? ഇയാളുടെ കൂടെ എങ്ങനെ റൂം ഷെയർ ചെയ്യും? അല്ല, നന്നായിട്ട് പാചകം ചെയ്യാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിക്കണം. പറഞ്ഞത് ശരിയാ, കാലക്ക്. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാ, ആരും അത്ര പെട്ടെന്ന് അകത്തേക്ക് കയറാൻ പറ്റില്ല. രണ്ടുപേരും ഓരോ ദിവസത്തെ ചെലവും പാതി ഷെയർ ചെയ്താൽ പോരെ? പിന്നെ വേറെന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ തമ്മി മതി. എന്താണെങ്കിലോ? അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാലും തമ്മി തീർത്താൽ മതി എന്ന് പറഞ്ഞതാണേ. പിന്നെ AC, വാഷിംഗ് മെഷീൻ, TV എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാക്കി തരാം. ഏട്ടാ, ഞാൻ എത്തിയേട്ടാ. ഓ വരൂ വരൂ പ്ലീസ്. നിങ്ങളെപ്പറ്റി ഫ്ലാറ്റ് ഓണർ പറഞ്ഞിരുന്നു. നമസ്കാരം. നമസ്കാരം. ആ നമസ്കാരം. കലാവതി, ഇതാണ് എന്റെ മോള്. നമസ്കാരം. പിന്നെ അതിന്റെ ഭർത്താവ് ഗോപിനാഥ്. നമസ്കാരം സാർ. ഇവിടെ ജോലി. എടുത്തി, നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്തേക്കാം. പിന്നെ പാചകത്തിനെ പറ്റി പറയേ വേണ്ട, ഞാൻ എല്ലാം ചെയ്തേക്കാം. ഏട്ടത്തെ എല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ? എന്താ പറഞ്ഞേ? ഇലക്ട്രിസിറ്റി ബില്ല്, പ്രൊവിഷന്, വേറെ എല്ലാം ഞാൻ കെട്ടിക്കഴിഞ്ഞു. കലാവതിയുടെ ശമ്പളം കൊടുത്തോ? അതൊക്കെ ഓൾറെഡി കൊടുത്തു. മോളെ നീ എന്താ ഈ കാണിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് ഒന്ന് മനസ്സിലാവുന്നില്ല. വേഗാട്ടെ. അതെന്താണെന്നറിയോ? ഞാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചോളാം ചേട്ടത്തി. അവിടെ ഒരു നാടകം, പക്ക ഫ്രോഡാ. നീ വല്ലാണ്ട് ടെൻഷനൊന്നും ആവണ്ട. അവൾക്ക് നിന്നെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളെ പോലെ ഞാൻ ഡ്രാമയൊന്നും കളിച്ചില്ലല്ലോ. ദേ നോക്കിയേ, ഞാൻ നിന്റെ അത്ര ക്രിയേറ്റീവ് ഒന്നും അല്ല. അതെ, എനിക്ക് നല്ല കൂളായിട്ടൊരു ബിയർ കൊണ്ടുതരുമോ? നല്ല ക്ഷീണമുണ്ട്, അതാ. പ്ലീസ്. ആക്ച്വലി ഇപ്പോൾ ജീവിതത്തിൽ എന്തോ നടക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. എന്തോ പോകുന്നു, അത്രേ ഉള്ളൂ. ഭാഗ്യത്തിന് ഈ ഫ്ലാറ്റ് കിട്ടി, ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവുമായിരുന്നു? ശരി, എങ്ങനെയെങ്കിലും ഈ റൂം സംരക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞു കൂടണം. എന്താ ഒറ്റയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നേ? നിന്റെ ഫാമിലിയെ പറ്റി ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ ഫാമിലിയെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ അച്ഛൻ കുറച്ച് മോശമാണ്, പക്ഷേ അമ്മ വളരെ നല്ലവരാ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്ഥിതിയിലിരിക്കുന്നത്. എന്താ? നീയല്ലേ പാചകം? അതെ. അപ്പൊ പോയി ആ ജോലി നോക്ക്. പോടാ. എന്തൊക്കെ പറഞ്ഞാലും ഫ്ലൈറ്റ് യാത്ര അടിപൊളിയാണ്. അതെ, മനോഹരമായിട്ടുള്ള യാത്ര തന്നെ. നമുക്കൊരു വല്ലാത്ത ബൈ ബൈ. ടേക്ക് കെയർ. ബൈ, ടേക്ക് കെയർ.
പെൺകൊച്ചിന്റെ സ്വഭാവം തീരെ പോരാ. ആ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ എന്തു പറ്റി? പക്ഷെ ആ നീൽ നല്ല സ്വഭാവമാ. ആ അതെനിക്കും അറിയാം. ഇടയ്ക്കിടയ്ക്ക് എനിക്കും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാറുണ്ട്. നല്ല മനുഷ്യനാ. ഹോ പിന്നെ പ്രഭു എന്ന് പറഞ്ഞൊരുത്തൻ വരുന്നുണ്ട്. അവനെ കണ്ടാ തന്നെ തീരെ ഇഷ്ടാവുന്നില്ല എനിക്ക്. പ്രഭുവോ? ആരാത്? പ്രഭു, ആ പ്രഭു ഇല്ലേ, അവർ രണ്ടുപേരുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു വരുന്നവൻ. ആ, ഹോ പിന്നൊരു കാര്യം പറയട്ടെ. പറയടി. വിട്ടേക്ക്. നീ പിന്നെ ചെന്ന് എല്ലാരോടും അത് പറയും. അത് ശരി. ഇത് ഞാൻ എവിടെയും പോയി പറയാൻ പോകുന്നില്ല. നീ എവിടെയും പോയി പറയായിരുന്നാ മാത്രം. എന്തോ പറയാന്ന് പറഞ്ഞു? പറയടി. എന്താ ഈ പറയുന്നേ? നിന്റെ ഒരു കാര്യം, ആ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നെന്ന് നിനക്കറിയാമോ? അത് കാണേണ്ട കാഴ്ച തന്നെയാ. ഞാൻ എന്ത് പറയാനാ? ശരി, അത് ഞാൻ തന്നെ പറഞ്ഞേക്കാം എന്താണെന്ന്. കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ രണ്ടും ഒന്നിച്ചാ ജീവിക്കുന്നേ. എന്താ പറഞ്ഞ? ആ. മനസ്സിലായില്ല. ഒന്നിച്ചു തന്നെ. ചേർന്നോ? നിനക്ക് വിവരിച്ചു പറയണോ? ആ വേറെ വേറെ മുറിയിലാ അവര് കഴിയുന്നത്. ഭാര്യയും ഭർത്താവും ഒന്നും അല്ലെന്നേ. പുറത്തവരെങ്ങനെ അഭിനയിക്കുക. അവർക്ക് രണ്ടുപേർക്കും ഒരു ബന്ധവുമില്ല. ഹാ അങ്ങനെയാണോ? പണിയെടുക്കാൻ പോകുന്ന സ്ഥലത്ത് പണി മാത്രം ചെയ്താൽ മതി. ഹാ? അല്ലാതെ കണ്ടവന്റെ കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കരുത്. നീ ഇടപെടാൻ നിന്നോണ്ടല്ലോ. നിനക്ക് ഞാൻ തരും. നീ ഇങ്ങനെ കാണിച്ചോണ്ടല്ലോ. നിർത്ത്. നീൽ, സോറി നീൽ, ഞാൻ കുറച്ച് ലേറ്റായി. പ്രസന്റേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാ. പക്ഷെ ക്ലയൻറ്റ് ഹാപ്പിയാണ്, അതുകൊണ്ടാ പ്രഭു എന്നെ വിടാഞ്ഞ്. ഇതെന്തിനാ നിന്നോട് പറയാ? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ. നീൽ, 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 നിനക്കെന്താ പറ്റിയത്? ദാ നോക്ക് നീൽ, നീ എന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. നമ്മൾ ഈ ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. നിന്റെ കൂടെ ഫ്ലാറ്റ് ഷെയർ ചെയ്തില്ലേ? അതാ ഞാൻ ചെയ്ത തെറ്റ്. നീ അപ്പൊ ഒന്നും സംസാരിക്കില്ലേ? കുറച്ച് വെള്ളം തരാവോ പ്ലീസ്? നിനക്ക് ഇത് എന്നോട് ആദ്യമേ പറയായിരുന്നല്ലോ. നല്ല പനിയുണ്ടല്ലോ. എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ അറേഞ്ച് ചെയ്യായിരുന്നില്ലേ? ഇപ്പൊ ഈ സമയത്ത് ആരെ വിളിക്കാനാ? ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതൊന്നും വേണ്ട, അവിടെ കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്, അത് എടുത്തോണ്ട് വാ. അത് കഴിച്ചാൽ മതി, ശരിയായിക്കോളും. നീ ലേറ്റ് ആയിട്ട് വന്നോണ്ടാ ഞാൻ ചോദിച്ചത്, അഭിനയൊന്നുമല്ല. ഇപ്പൊ എന്തിനാ അതൊക്കെ? അച്ഛൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. എന്നെ അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. വീട്ടിലേക്ക് എന്താ വരാത്തെന്നൊക്കെ ചോദിച്ചു. എനിക്ക് എന്ത് പറയണമെന്ന് പിടികിട്ടിയില്ല. അച്ഛൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു ഭാഗത്ത് ജോലിയുടെ പ്രഷർ, മറ്റൊരു ഭാഗത്താണെങ്കിൽ അച്ഛനും. എന്നെ കൊണ്ട് തീരെ പറ്റുന്നില്ല. എന്തു പറ്റി? ഇടി.
എന്നോട് ചോദിച്ചു എന്നെ ദുഃഖമില്ല ഞാൻ എന്ത് പറയും നിനക്ക് എന്താണ് ആ ചോദ്യം അറിഞ്ഞാൽ കൊള്ളാം എന്തിനാ നിർത്തി എന്തു പറയൂ നീ എന്നോട് ചോദിച്ചു എന്നെ ദുഃഖമില്ല ഞാൻ എന്ത് പറയും നിനക്ക് എന്താണ് ആ ചോദ്യം അറിഞ്ഞാൽ കൊള്ളാം എന്തിനാ നിർത്തി എന്തു പറയൂ പറയൂ പറഞ്ഞു പോകുക ആകാശത്തേക്ക് ഒരിക്കൽ പറയൂ നമ്മൾ ഓനാക്ക് നിങ്ങൾക്ക് ആപ്പം ഒരിക്കൽ പറയൂ നമ്മൾ ഓനാക്ക് നിങ്ങൾക്ക് ആപ്പം ഒരിക്കൽ പറയൂ നമ്മൾ ഓനാക്ക് ഞാൻ സന്തോഷ പെൺകുട്ടിയാണ് ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ എന്താണ് പറയുക എന്താണ് ചോദ്യം വേദന ഉണ്ടാകുന്നു വേണ്ടി ഞാൻ നിരത്താനാഥ ഇപ്പോൾ പറയൂ പറക്കണം അത് ഫ്ലിപ്പ് ചെയ്യുക നിങ്ങൾ കനതുപോലെ ജീവിതത്തിലെ ആരിക്കൽ പറഞ്ഞാൽ മതി ഇപ്പോൾ പറയൂ പറക്കണം അത് ഫ്ലിപ്പ് ചെയ്യുക നിങ്ങൾ കനതുപോലെ ജീവിതത്തിലെ ആരിക്കൽ പറഞ്ഞാൽ മതി പറയൂ പറഞ്ഞു പോകുക മനസ്സിലായില്ല പറയൂ മറ്റുക ആകാശത്തേക്ക് നമുക്ക് ലഞ്ച് കഴിച്ചാലോ വല്ലാതെ വിശക്കുന്നു. ഒരു ദിവസം താമസിച്ചെന്ന് പറഞ്ഞോണ്ട് എന്തുവാ? എന്നാ നീ വിട്ടോ. ആ ഒന്ന് തന്നെ എനിക്കൊരു കോഫി മാത്രം പറ. കോഫി അല്ലേ പറഞ്ഞേക്കാം. മെയിൽ അയച്ചിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ഓവർ പ്രഷർ എന്ത് ചെയ്യാനാ. അതിരിക്കട്ടെ, 2 ദിവസം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സർപ്രൈസ് പാർട്ടി കൺഫേം ആണല്ലോ അല്ലേ? അതെല്ലാം പിന്നെ നോക്കാം. ഇപ്പം എൻ്റെ ജോലി നോക്കട്ടെ. ക്ലയൻറ്റ് ഇതുവരെ മോഡൽ കൺഫേം ചെയ്തിട്ടില്ല. ഏതുപോലുള്ള മോഡലാണ്, എത്ര കോസ്റ്റ്, ഒന്നും കൺഫേം ആയില്ല. മോഡൽ കൺഫേം ആയില്ലെങ്കിൽ ഇപ്പം എന്താ, നീ മോഡലിനെ പോലെ ഇരിക്കുകയല്ലേ, നിനക്കായിക്കൂടെ? നീ തന്നെ ഒരു മോഡലാ. നീ ഉറപ്പ് പറഞ്ഞാലേ സർപ്രൈസ് പാർട്ടി നടക്കൂ. അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇവിടെ തന്നെ ടെൻഷനാ. നീ എഴുന്നേറ്റ് പോ. ചെക്ക് യുവർ മൊബൈൽ. നിന്റെ പ്രോജക്റ്റ് വർക്കിനെ കുറിച്ച് നീ ടെൻഷൻ ആവണ്ട. അത് ഞാൻ നോക്കിക്കോളാമെന്ന്. നിന്റെ കൂടെ ഞാനുണ്ടെന്നേ. ഏയ് താങ്ക് യു സോ മച്ച് യാർ, ഇത്രയും ദൂരം വന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നതിനെ. ഇറ്റ്സ് ഓക്കെ, അതൊന്നും സാരമില്ല. കൂൾ. ഹലോ ബഹദൂർ. ആ എനിക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവേ. അതുകൊണ്ട് ഒന്ന് കടയ്ക്ക് പോയിട്ടേ കുറച്ച് പച്ചക്കറി ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കാവോ? ഒന്ന് ചെയ്യണേ. ഏയ് നമുക്ക് തന്നെ വാങ്ങിട്ട് പോന്നേ, സാരമില്ല. വണ്ടി തിരിക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അയാളെല്ലാം വാങ്ങിച്ചു വെച്ചോളൂ. ആ ഇല്ല 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 ഇല്ല, നിങ്ങളെ എല്ലാം വാങ്ങിച്ചു വെച്ചോളൂ. ഞാൻ വന്നിട്ട് ഉടനെ തന്നെ പൈസ തരാം കേട്ടോ, മറക്കല്ലേ. ആ പിന്നെ പറയാൻ മറന്നുപോയി, നമ്മുടെ സോണൽ മീറ്റിംഗ് ഉണ്ടല്ലോ, ഹൈദരാബാദിൽ വെച്ചിട്ടാണ് അടുത്ത ആഴ്ച. വാവ്, സംഗതി കൊള്ളാലോ. സത്യം പറഞ്ഞ് ഇവിടെ എനിക്ക് വല്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ബോറടിക്കുന്നോ? ആഹാ, ഞാൻ എന്താ പിന്നെ ബോസിനോട് പറയട്ടെ. സംസാരിച്ചോ? ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് പോണം. അങ്ങനെയാണോ? പറയൂ. ഇന്ന് ഞാൻ കുറച്ച് താമസിക്കും. ഇതൊക്കെ പുതിയ കാര്യമാണോ? റെഗുലർ തന്നെയല്ലേ? നീ എന്താ ഈ പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? എന്റെ ജോലി തീർത്തിട്ടേ വരാൻ പറ്റുമെന്ന് നിനക്കറിയില്ലേ? പിന്നെ ഇതുപോലെ
ഇതുപോലുള്ള സംസാരമൊന്നും ഇനി വേണ്ട കേട്ടോ. നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ? എനിക്കും അതേ വർക്ക് പ്രഷർ തന്നെയാ. എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. പിന്നെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി എനിക്കൊന്ന് ഹൈദരാബാദ് വരെ പോവേണ്ടി വരും. ആ, ബോസ് അറേഞ്ച് ചെയ്തതാ. ഓ, അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ പൂജയും കാണുമല്ലോ. വാ, ഒരു ചേഞ്ചിന് വേണ്ടി പൂജയുടെ കൂടെ ചുറ്റാൻ പോന്നു. അല്ല, അത് അങ്ങനെയല്ല. എനിക്കാണെങ്കിൽ ആ പൂജ കാണുന്നതേ ഇഷ്ടമല്ല. അവിടെ ആറ്റിറ്റ്യൂഡ് കണ്ടാലേ എനിക്ക് ദേഷ്യം വരും. അതില്ലാതെ രണ്ടുപേരും കൂടെ ഓഫീസ് ട്രിപ്പ് എന്ന് പറഞ്ഞു ചുറ്റാൻ. ആ രാഹുൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിനക്കറിയാവോ? രാഹുൽ അവൾക്ക് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ. എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊരു മന്ദബുദ്ധിയാന്ന് വിചാരിക്കണ്ട. എനിക്ക് അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി അറിയാം. ഏയ്, നീ ഇതെന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നു. പാൽക്കാരൻ, അവിടെ ഒരു പാൽക്കാരി. അത് ഐ ആം സോറി. അത് എന്തിനെങ്ങനെ ചിരിക്കുന്നത്? ചിരിക്കാതെ പിന്നെ ലൈല മജ്നു അല്ലേ? ഡ്യൂഡ്, നീയാണോ ഇങ്ങനെ? ആ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ ഈ പ്രേമ കഥ. ലവ് ബേർഡ്സ് ആണോ നിങ്ങൾ രണ്ടുപേരും? സിറ്റിയിൽ ശരിക്കും പൊല്യൂഷൻ ആയിരിക്കല്ലേ. ആകാശത്ത് ചന്ദ്രനെ പോലും കാണാനില്ല. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, രാത്രി, നിലാവ്, സംഗീതം, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാ. ബൈ ദ വേ, ഐ എം സോറി. എന്തിനാ? പൂജയെക്കുറിച്ച് ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവളതൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. സീരിയസ് ആയിട്ട് എടുത്താലും ഇല്ലെങ്കിലും ഞാൻ അവളെ പറ്റി സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അത് അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നേ. എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് നിർത്ത്. ഇത് നോക്ക്, ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, പൂജ നിന്നെ പറ്റി ഒരുപാട് സംസാരിച്ചിരുന്നു. നീ വളരെ സ്നേഹമുള്ളവളാണ്, നീ വളരെ നല്ലവളാണെന്നൊക്കെ. പിന്നെ നിന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ഇതുപോലെ പറയാൻ പറഞ്ഞോ? അത് ആരും പറഞ്ഞല്ല. ഞാൻ ഓ, അങ്ങനെയാണ്. നീ അല്ല, നീ ഒന്ന് പറയുന്നത് കേൾക്ക്. അല്ല, ഞാൻ പറയുന്നത് നീ എന്നെ ഒരിക്കലും മനസ്സിലാക്കില്ലെന്നുണ്ടോ? ഇത് നോക്ക്, എനിക്ക് എപ്പോഴും നീയല്ലാതെ വേറെ ആരും തന്നെ ഇല്ല. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? എന്താ പറഞ്ഞേ? അതല്ലേ പറഞ്ഞത്, എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന്. നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇനി പറ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? നിന്റെ തീരുമാനം എന്താണെങ്കിലും പറ. ഉറപ്പായും പറയണോ? ആ, തീർച്ചയായിട്ടും. ആണാ, ആ പാട്ടിന്റെ അടുത്ത് ഒരു ചേഞ്ചും ഇല്ലല്ലോ അണ്ണാ.
ഇവിടെ ഒന്നും ആരെയും കാണാനില്ലല്ലോ. ഇവിടെ എന്താ ട്രാഫിക്? എന്താ ആരാടാ വേണം നടുക്ക് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത്? എടോ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായടോ. വണ്ടി അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോവായിരുന്നു. ഈ സൈഡിൽ വഴിയില്ലെങ്കിൽ ആ സൈഡിൽ വഴിയുണ്ടോന്ന് പോയി നോക്ക്. ആ ഭാഗത്ത് ഗേറ്റ് ക്ലോസ് ആണല്ലോ. എടോ എല്ലാ ഗേറ്റും ക്ലോസിലാടോ. അത് നമ്മളല്ലേ തുറന്നു പോണ്ടേ? ചെല്ലേ, ചെന്ന് ഗേറ്റ് തുറക്ക്, എന്നിട്ട് വണ്ടി എടുക്ക്. ചെല്ലേ, വേഗം ചെല്ലേ, ചെല്ലേ. ആ ശരി സാർ, ഞാൻ പോയി നോക്കാം സാർ. ആ താങ്ക് യു ബോയ്, താങ്ക് യു, വളരെ നന്ദി. ചേട്ടാ അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അവര് മുന്നോട്ട് വന്നോണ്ടിരിക്കുക. എന്താ ഇത്, എല്ലാരും വന്നിരിക്കുന്നത്? എന്താ കാര്യം? എല്ലാം ശുഭകാര്യം തന്നെയാ. ഗണപതി ഹോമം നടത്താൻ വന്നത്. ഇതാ എന്റെ ഗിഫ്റ്റ്. താങ്ക് യു. ഇതെന്റെ സ്നേഹം നിറഞ്ഞൊരു സമ്മാനം. ഓ നമോ നമശിവ, ഇത് വെച്ചു. ഇന്ന് ഗണപതി പൂജയല്ലേ, അത് മറന്നുപോയി. ശിവസ്തുതി ഇപ്പൊ പാടാൻ പാടില്ല. നിങ്ങൾ എന്ത് മന്ത്രം വേണേലും പറഞ്ഞാൽ ഇതെന്റെ Oh ആശംസകൾ. my അതെ അതെ അതെ, എല്ലാം നന്നായി നടന്നാ മതി. Sweetheart, this is a small token of gift from ഒരു me. മിനിറ്റ് ഒന്ന്. ഇത് എന്റെ സ്മോൾ ഗിഫ്റ്റ് നിനക്ക്. എന്താ ഇതൊക്കെ? എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ? Okay. എടുത്തോ എടുത്തോ എടുത്തോ. ഏയ് എല്ലാവർക്കും ഫുഡ് പറഞ്ഞിട്ടുണ്ടേ? ഒന്നും കൂടെ ഓക്കെ എടുക്കടാ. ഗ്ലാസ്. എല്ലാരും എടുത്തല്ലോ അല്ലേ? ജെസ്സി, നിനക്ക് തന്നെ അറിയാലോ. നീ തന്നെ കണ്ടു. ആവശ്യത്തിന് കുടിച്ചാ മതി. പറ. ഞാൻ പറയില്ല. പറയുന്ന പ്ലീസ്. എന്തായി കാണിക്കുന്നത്? എടാ, 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 നിന്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മറിക്കെ. ആ, ഇത് ആർക്ക് വേണ്ടിട്ടാ ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഞങ്ങൾ ട്രീറ്റ് മറക്കാതെ തന്നോളാം. സ്വന്തം ആനിവേഴ്സറി പോലും നീ മറക്കുമല്ലേ? ഒറ്റ ചവിട്ട് വെച്ചെന്നല്ലോ. അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതണ്ട, ഞങ്ങൾ മറക്കില്ല. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ആ പറയ്. നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ക്യാമറ എടുത്തോണ്ട് വേഗം ചെല്ല്, പെട്ടെന്നാവട്ടെ. അതെ അതെ. 6 മാസം. മൈ ഗോഡ്. Are you happy? എന്ത് പറയാനാ? ഒരു ഭാഗത്ത് സന്തോഷമാണെങ്കിൽ പോലും കുറച്ച് സങ്കടം, വിഷമം, ബുദ്ധിമുട്ട് ഇതെല്ലാം ഉണ്ടെന്ന് വെച്ചോ. ജീവിതം അങ്ങനെയൊക്കെയല്ലേ, അത് നമ്മൾ തീർച്ചയായും സഹിക്കണം. ആ അതെ, നീ പറയുന്നതും ശരി തന്നെയാ. സാരില്ല, വിട്. Me too. ഐഡിയ ആരുടേതാ? ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഭാവി വധൂവരന്മാർക്ക് ആശംസകൾ, ആശംസകൾ. 100 വർഷങ്ങൾ ദീർഘായുസ്സായിരിക്കുവാൻ. 100 ആശംസകൾ. എടാ പ്രഭു, പാർട്ടി വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. വളരെ നന്ദിയുണ്ടാ. താങ്ക്സ് ഒക്കെ എന്തിനാടാ? ഇതൊക്കെ ഫ്രണ്ട്സിന്റെ കടമയല്ലേ. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും മുന്നിലുണ്ടാവണം, വേണ്ടേ? എക്സ്ക്യൂസ് മീ, സമയം പോയിക്കൊണ്ടിരിക്കുക. വന്നാ കേക്ക് കട്ടിയാ കേട്ടോ. എല്ലാരും വാ. പറയട്ടെ, നിനക്കെന്താ? ഓ, ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് വഴക്കിടായിരിക്കും. വാ 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 വാ, ഒന്ന് വേഗം വാ. ഹാപ്പി ഹാഫ് ആനിവേഴ്സറി. അതന്നെ. അതങ്ങ് വാലോട്ട് വെച്ചു കൊടുക്ക്. കഴിച്ചോ, എങ്ങനെയുണ്ട്? കുറച്ച് മതി.
ഷിറ്റ്. നീൽ, നീൽ. ഇതാ വരുന്നു. നിക്ക്, ഞാൻ ദേ വരാം. ഹലോ നീ എന്താ ഉറങ്ങാണോ? നീ എന്താ ഫോൺ എടുക്കാത്തെ? അച്ഛാ, അത് പിന്നെ ഞാൻ ഒരു ചെറിയ അംബിഷൻ പോലും ഇല്ല. നിന്നെ ഞാൻ എന്താ പറയണ്ടേ? അതെ, ഞാൻ അച്ഛനെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഫോൺ അടിച്ചാൽ എടുക്കില്ല. അത്രയ്ക്കുള്ള ആളായി പോയി നീ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അച്ഛാ ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കാം. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. തുസി, ഹലോ. വെക്കല്ലേ ഒരു മിനിറ്റ്. വരുന്ന 25-ാം തീയതി നിത്യയുടെ മോടെ കല്യാണമാണ്. നീ പെട്ടെന്ന് വന്നേ പറ്റൂ. നിത്യയുടെ മോക്ക് കല്യാണോ? ഹലോ മോളെ. അച്ഛാ, അവിടെ ഇവിടെ ഇല്ല. എന്ന് വെച്ചാ? ഇല്ലെന്ന് വെച്ചാൽ അവൾ ഓഫീസിൽ പോയിരിക്കുകയാണെന്ന് അർത്ഥം. അതെ, കല്യാണത്തിന് വരുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചിട്ട് വരണം കേട്ടല്ലോ. നല്ല ഗിഫ്റ്റ് എന്തെങ്കിലും മേടിച്ചിട്ട് വരാവുള്ളൂ. പിന്നെ നമ്മുടെ ബന്ധുക്കാരൊക്കെ നിന്നോട് ഭയങ്കര ദേഷ്യത്തിലാ. നിനക്കാണെങ്കിൽ പുറത്താണ് ജോലി, അതുകൊണ്ട് നിനക്ക് ഇടയ്ക്കിടയ്ക്കോട് വരാൻ പറ്റില്ല. അത് സത്യമാണ്. പക്ഷേ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അച്ഛാ മാനേജർ എന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാനൊന്ന് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം. ഞാൻ പറഞ്ഞു തീർന്നില്ല. തുഷി, ഹലോ. എടാ, നീ എന്താ സംസാരിച്ചിട്ട് ഇപ്പൊ കട്ട് ചെയ്യുന്ന? അതല്ല ഞാൻ. ഒരു മിനിറ്റ്, നിന്റെ ചിറ്റമ്മയ്ക്ക് എന്താ പറയാനുണ്ടെന്ന്? അച്ഛാ, ഞാൻ പിന്നെ എന്താടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിത്യം നമ്മുടെ അടുത്ത ബന്ധുവല്ലടാ മോനെ. അവരുടെ വീട്ടിലൊരു വിശേഷത്തിന് നമ്മൾ പോകണ്ടായോ? ഒന്ന് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഫോൺ കൊടുക്കുമോ? ഫോൺ സ്പീക്കറിൽ തന്നെയാ. നീ അങ്ങനെ സംസാരിച്ചോ? അച്ഛൻ എന്റെ ശമ്പളം എത്രയാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാലോ. ആ ശമ്പളവും കൊണ്ട് ഫുഡ്, വീട്ടുവാടക, EMI, അത് ഇത്, പിന്നെ പോരാഞ്ഞിട്ട് പാർട്ടിയോ? അച്ഛാ, അത് പാർട്ടി എന്ന് വെച്ചാ അത് ക്ലയന്റിന്റെ പാർട്ടി ഉണ്ടല്ലോ, അതിനെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. എന്തു പറ്റി? പറ, എന്തു പറ്റി? എന്റെ റിലേറ്റീവിന്റെ കല്യാണത്തിന് ഞാൻ പോകുന്നില്ല. ഞാൻ പ്രഗ്നന്റ് ആടാ. അച്ഛാ, പ്രഗ്നന്റോ? അല്ല, അത് ഞങ്ങളുടെ കമ്പനി പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് പുതിയ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം പ്ലീസ്. എത്ര തവണ പറഞ്ഞതാ സേഫ്റ്റി ആയിട്ടിരിക്കുന്നു. അവസാനം ഇങ്ങനെ സംഭവിച്ചല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് നിക്കടാ അവിടെ. നിക്കാന് തുറക്കടാ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ അഭിനയിക്കുന്നു. സേഫ്റ്റി നോക്കടാ നീയല്ലേ? നിനക്കെല്ലാം ഒരു കളിയാ. കഥ ഓർക്കടാ. ഇവനെ ഞാനുണ്ടല്ലോ. പ്രഗ്നൻസി കൺഫേം ആണോ? നീ സത്യം തന്നെയാണോ പറയുന്നത്? അയ്യോ, അല്ല, ഞാൻ എന്തിനാ ചോദിച്ചെന്ന് വെച്ചാ, ഒരുപക്ഷെ കൺഫേം ആണെങ്കിലും നമുക്കതിനെ അബോർട്ട് ചെയ്യാലോ. നീ പേടിക്കണ്ട. എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞേന്ന്? അതെ, അബോർഷൻ ചെയ്തേക്കാം. പട്ടി. ഞാൻ നിന്നെയാണല്ലോ സ്നേഹിച്ചത്. തുഷി, ഒരു മിനിറ്റ്. ഇത് നോക്ക്. ഗൂഗിളിൽ നോക്കിയേ. ഇതിന് ശേഷം ഇതങ്ങനെ തന്നെ ഫോളോ ചെയ്യ്. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആയിക്കോളും. അത്രേ ഉള്ളൂ കാര്യം. നീ ഇതിനൊക്കെ ഇങ്ങനെ കിടന്ന് പേടിച്ചാ എങ്ങനെയാ? നോക്ക്. നീ തന്നെ കുഞ്ഞിനെ കൊല്ലുമെന്ന് തോന്നുന്നു. കുഞ്ഞോ? എന്ത് കുഞ്ഞ്? അല്ല, അത് അങ്ങനല്ല. ഇപ്പം നമ്മളിത് കൺഫേം ചെയ്തല്ലേ ഉള്ളൂ. കുഞ്ഞിനെ പ്രസവിക്കാൻ ഇനിയും 10 മാസമുണ്ട്. നീ ഇത് കേൾക്ക്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്കൊരു കുഞ്ഞിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യം നീ കൈയെടുക്ക്. നീ എന്ത് പറഞ്ഞാലും ശരി, ഇതിനെ ഞാൻ നശിപ്പിക്കാൻ കൂട്ടിയിക്കില്ല. ഓ, നീ എടുത്ത തീരുമാനം എന്തായാലും കൊള്ളാം. മിണ്ടാതിരിയടാ.
നീ ആദ്യം പോ, ഹൈദരാബാദിലേക്കോ എവിടേക്കാന്ന് വെച്ചപ്പോ. വെറുതെ എന്നെ ശല്യപ്പെടുത്താതെ പോകുമ്പോ ആ പൂജയെ കൂടെ കുട്ടിക്കോ. അച്ഛാ ഞാൻ ജോലിയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എത്ര തവണയെന്ന് വെച്ചാൽ പറയാ, നിങ്ങൾ എന്തിനിങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നേ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആരെ വിളിക്കുന്ന നോക്ക്. പൂജ. ആ പൂജ തന്നെയാ. എന്താ പറ്റി നിനക്ക്? സോറി പൂജ, ഞാൻ പിന്നെ കുറച്ച് ജോലി തിരക്കിലായിരുന്നു. അതുകൊണ്ടാ. വർക്ക് ഫ്രം ഹോം തന്നായിരുന്നു, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛനും എന്നെ വിളിച്ച് വെറുതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എനിക്കാണെങ്കിൽ മറിച്ചൊന്നും പറയാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പൂജയോട് അച്ഛനാണ് വിളിക്കുന്നതെന്ന് കരുതി അങ്ങനെയൊക്കെ സംസാരിച്ചത്. പിന്നെ തുഷിക്കാണെങ്കിൽ തീരെ സുഖമില്ല. തുഷി, 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 ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. കഥ ഒന്ന് തുറക്ക് പ്ലീസ്. തുഷി, നീ കഥ ഒന്ന് തുറക്ക്. ഐ തിങ്ക് കാർ അവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഷുവർ. ഓ മൈ ഗോഡ്, ഇവിടെ എന്തോ ഒരു പൊല്യൂഷൻ ആണല്ലേ ഇത്. പക്ഷെ കാറിനകത്തിരിക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഹൈദരാബാദ് ശരിക്കും മനോഹരമായിട്ടുണ്ടല്ലേ? എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. ഗുഡ് മോർണിംഗ്. ഹായ്, വെൽക്കം. ഞാൻ പൂജ ചൗധരി. ഇവിടെ റിസർവ് ചെയ്തിരുന്നു. താങ്ക് യു മാം. നീല സർ. താങ്ക് യു, താങ്ക് Please യു fill the സോ form, മച്ച്. ആൻഡ് ദിസ് ഇസ് മൈ. താങ്ക് യു. അച്ഛൻ എന്നെ അടിക്കാറേ ഇല്ല. അമ്മ മാത്രമേ എന്നെ എപ്പോഴും അടിക്കൂ. അതിനുശേഷം അമ്മയോട് വഴക്കിട്ടിട്ട് വെളിയിൽ പോവും. അങ്ങനെയാണോ പറയുന്നേ? ശരി, നമുക്ക് അച്ഛന് കൊടുക്കാം കേട്ടോ. മോളെ, ചേച്ചിയോട് പലചരക്ക് സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതെ, പച്ചക്കറി, പലവ്യഞ്ജന സാധനങ്ങൾ, മുട്ട, പിന്നെ സോപ്പ് പൗഡർ 2 പാക്കറ്റ്. ചേച്ചിക്കൊരു കാര്യം അറിയാവോ? നിക്ക്, ഞാനിപ്പോൾ പറയാവേ. ചേച്ചി സാധനം വാങ്ങിക്കാൻ കൊടുത്തിട്ട് കാശില്ലേ ബാക്കി ചേച്ചിക്ക് കിട്ടത്തില്ല. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഏട്ടനെത്തിക്കഴിഞ്ഞു. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം, നാളെയാണ് താലിമംഗളം. ഇത് 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 എഴുതണം. തുസി, ആ ആ വൃത്തികെട്ടവൻ വീണ്ടും വന്നിട്ടുണ്ട്. എന്ത്? ഹലോ, എവിടെയാ? ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഇല്ല, ഇവിടെ നിക്ക് നിക്ക് ഇരുന്നു. നിക്ക്. എന്താ ഇത്? ഈ ഡ്രസ്സോടെ അവന്റെ മുന്നേ പോവാനോ? നിക്ക് നിക്ക് നിക്ക്. ആ, ഈ തുണി അങ്ങോട്ടിട്. അവൻ എന്തിനാ വന്നെന്ന് ഞാൻ ചോദിക്കട്ടെ. നീ എന്തായി കാണിക്കുന്നേ? നീ കുളിച്ചിട്ട് എത്ര ദിവസമായെന്ന് ആർക്കറിയാം? ഈ വൃത്തികെട്ട ഡ്രസ്സ് ഇട്ട് എണീക്ക. ആദ്യം എണീക്കുന്നത്. എടാ എണീക്കാൻ. അയ്യയ്യേ, നോക്ക് നോക്ക്, ഇത് മൊത്തം അഴുക്കായി. എന്താ ഇത്? ചെരുപ്പിൽ എന്താ ചവിട്ടിക്കൊണ്ട് അങ്ങനെ വന്നിരിക്ക. നീ ആദ്യം ഈ സോഫയിൽ നിന്ന് എണീക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പൊ സമാധാനമല്ലോ. എന്റെ ദൈവമേ, നീ തറയിലും ഇരുന്നോ? ഞാൻ വേറെന്ത് ചെയ്യാനാ? ഇവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ശരി, അവിടെ തന്നെ ഇരിക്കേ. പ്രാന്താ? അതെ, ഇവര് വേലക്കാരിയാണോ അതോ ഇവിടുത്തെ മുതലാളിച്ചോ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വന്ന പണി മാത്രം നോക്കിട്ട് പോ. അനാവശ്യം പറഞ്ഞ എന്റെ സ്വഭാവം അറിയ നീ. നിങ്ങൾ വന്നോളും ഓരോരുത്തമാര്. ഓ, ഇത് വല്ലാത്ത കഷ്ടം തന്നെ. ശരി, അതൊക്കെ വിട്ടേക്ക്. ഏയ്, എന്തു പറ്റി? എന്താ നീ വല്ലാതിരിക്കുന്ന? ഓഫീസിലേക്ക് കൃത്യമായിട്ട് വരുന്നില്ല, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. ശരിക്കും നിനക്ക് എന്താ പറ്റിയേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫോണിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതാ. എൻ്റെ ഫോണ്. ആ ഫോണിങ് വന്നേ, തരാ. ഇവരെയൊക്കെ എങ്ങനെ ഇങ്ങോട്ട് വാ. വരുന്നു.
എന്നാ ഞാൻ പോട്ടെ, പോയിട്ട് ജോലിയുണ്ട്. ഇതാ പൈസ. ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ പോവേ, അതുകൊണ്ടാ. വാ മോളെ. ജോലിക്കാരിയാ? സമയത്തിന് സിനിമയ്ക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാ പറ എന്താ വേഗം നടക്കുന്നേ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. വരാൻ തീർന്നൂടെ? എന്താ കാര്യം? അവൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? ഡിപ്രഷൻ. ഓഫീസിൽ എന്തൊക്കെയുണ്ട്? ഓഫീസ്? അതിപ്പോ ഓഫീസൊന്നുമല്ല, ഗോസിപ്പ് സെന്റർ എന്ന് പറയാം. ഈടെയായിട്ട് ആ സ്ഥിതിയില്ല പോക്ക്. എന്തു പറ്റി? എന്താ പ്രശ്നം? അത് നിന്നെ കുറിച്ച് തന്നെ, ലിവിങ് റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതിനെപ്പറ്റി എന്തിനാ? അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നല്ലേ. നമ്മുടെ ക്യാൻറ്റീനിലേ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ എന്താ പറയുന്നേ? നമ്മുടെ ആ ജയന്തി ഉണ്ടല്ലോ, അവളെക്കുറിച്ച് നിനക്കറിയാലോ. അവളുടെ വാ വെറുതെ ഇരിക്കില്ല. അവൾ കുടിക്കുന്നു, വലിക്കുന്നു, കണ്ടവൻ്റെ കൂടെയൊക്കെ പോകുന്നു. അതിനൊന്നും ഒരു കുറവുമില്ല. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അവളാണ് നിന്നെക്കുറിച്ചുള്ള കഥയൊക്കെ ഇറക്കി വിടുന്നത്. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്താ എങ്ങനെ? ശരി, അവിടെ കാര്യം ഞാൻ നോക്കിയോളാം. എങ്ങനെ കുറെ എണ്ണങ്ങൾ. ശരി, അത് പോട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. പ്രഭു, ഞാനും അതിനു വേണ്ടിയാ ട്രൈ ചെയ്യുന്നേ. ഒരു കാര്യം പറയട്ടെ, എനിക്കിവിടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ നാട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എൻ്റെ നാട് എത്ര മനോഹരമാണെന്നറിയാം. പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ. എന്ന് വെച്ചാ? അത് നിന്നെ പോലുള്ള സിറ്റിക്കാർക്ക് മനസ്സിലാവില്ല. സൈക്കിളിൽ സ്കൂളിൽ പോകുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ? ഒരു ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിച്ചൊരു കാലം. അതൊന്നും മറക്കാനേ കഴിയില്ല ജീവിതത്തിൽ. അതൊന്നും ഇനി തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ശരിക്കും മിസ് ചെയ്യുന്നു. സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ജോളിയായിട്ട് പോകും. അപ്പോൾ ആ സമയത്തും ഉണ്ടായിരുന്നൊരു പ്രേമം. അത് വളരെ മനോഹരമായിരുന്നു. ആ ഫീലുണ്ടല്ലോ, അത് എത്ര ക്യൂട്ടാണെന്നറിയോ? അതുപോലൊന്നും ഇവിടെ ഒന്നുമില്ല. പിന്നീട് ഒരു പയ്യൻ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ വന്നു, പ്രതീക്ഷിക്കാതെ. പക്ഷെ അവന് എന്നോട് സംസാരിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്നോടൊന്നും പറയാതെ അവൻ തിരിച്ചുപോയി. പക്ഷെ അത് ഹാപ്പി ആയിരുന്നു. പിന്നീട് അവൻ പോകുമ്പോഴൊക്കെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും ഇന്നൊന്ന് സംസാരിക്കണം. ഒരു സരസ്വതി പൂജയുടെ അന്ന് ധൈര്യത്തോടെ അവൻ എന്നോട് പറയാൻ വന്നു. ഞാനും അത് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. അയ്യോ, എങ്ങനെ സംസാരിച്ചു തുടങ്ങും? വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഇത്ര നേരമായിട്ടിരിക്കുക. ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ, അതിനുള്ളിൽ മുന്നിൽ നിൽക്കുന്നു. എന്തൊരു അതിശയം. ഇതെന്താ? ലവ് ലെറ്റർ ഇങ്ങനൊന്നും മടക്കി തരില്ലല്ലോ. അതിലെന്താ ഉള്ളതെന്നൊന്ന് തുറന്നു നോക്ക്. തുറന്നു നോക്കുന്നേ. ചോക്ലേറ്റ്. കൊള്ളാം. ഈ സിറ്റിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റിലാവാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും നടക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോക്ക്. എന്തു പറയാനാ? ഒരു ഭാഗത്ത് ഫാമിലി പ്രഷർ,
മറുഭാഗത്ത് ഓഫീസിലെ പ്രഷർ. ഒരു മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റും? എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേ? നമ്മൾ കരുതുന്ന പോലുള്ള ജീവിതമല്ല കിട്ടുന്നത്. പക്ഷെ കിട്ടിയ ജീവിതം സന്തോഷത്തോടെ അനുഭവിച്ചു തീർക്കണം. നമ്മുടെ ജീവിതം തന്നെ മിഷനറി പോലെയാണ്. കാലത്ത് പാല് വാങ്ങിക്കുന്നത് തൊട്ട് ഓടണം ഓടണം ഓടിക്കൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ജീവിതം. ഓഫീസിൽ അതിലും വലിയ പ്രശ്നം, അതും നമ്മൾ ഹാൻഡിൽ ചെയ്യണം. പിന്നെ ഈ ക്ലയൻസിൻ്റെ ടാർച്ചർ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ. ഓരോ ക്ലയൻസും ഓരോ ടൈപ്പാണ്. അവരെ മനസ്സിലാക്കാൻ തന്നെ വലിയ പെടാപ്പാടാ. ഒരു ചെറിയ പ്രശ്നം മതി, നേരിട്ട് ബോസിനോടാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ടാർഗറ്റ് ടാർഗറ്റ് എന്നും പറഞ്ഞ് ആളെ കൊല്ലുക. ഇതിൽ എത്ര ടെൻഷൻ, എത്ര പ്രഷർ, എന്തുമാത്രം BP. മടുത്തു. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം നല്ല സന്തോഷമായിട്ട് ജീവിക്കേണ്ട നമ്മള് ഒരു സമാധാനം ഇല്ലാതെയാ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി പ്രഭു, നാളെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേന്നറിയില്ല. നീ ഇവിടെ നിൽക്കണ്ട, നാട്ടിലേക്ക് പോവാന്ന് പറയും. എന്താ ചെയ്യണ്ടേ? എനിക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. പ്രഭു, അതെന്താണെന്ന് വെച്ചാ നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെന്താണെന്ന് വെച്ചാ അത് നാളത്തെ ദിവസത്തെ പറ്റി നിനക്കറിയാലോ. നാളെ സൺഡേ. അസൈൻമെന്റ് ഒന്നുമില്ല, നാളെ ലീവാ. പറഞ്ഞോ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? ശരി, വിട്ടേക്ക്, ഞാൻ നോക്കിയോളാം. എന്തു പറ്റി? എന്താണെങ്കിലും പറ. നിനക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ പറ, ഞാനത് ചെയ്തു തരാം. എന്തു പറ്റി? വേണമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട, ഡോക്ടർ അല്ലല്ല, എന്തെങ്കിലും സുഖമില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാലോ എന്ന് പറഞ്ഞതാ. ചിൽ. എന്താണെങ്കിലും ഞാനുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വാട്സപ്പ് നോക്കിയേ. എന്താ? അത് ശരി, ഇതാണല്ലേ കാര്യം. നാളെ വരുന്ന അച്ഛനും അമ്മയും പിക്കപ്പ് ചെയ്യണം. താങ്ക് യു പ്രഭു. ഞാൻ ഏറ്റു. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും, മനസ്സിലായോ? വെറുതെ ടെൻഷൻ അടിക്കണ്ട. വാ. യെസ്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. നിന്റെ ജോലിക്കാരി എന്തായാലും കൊള്ളാം. പൂജ, ഞാനൊരു കോൾ ചെയ്യട്ടെ? ചെയ്തോ? ഓക്കെ, വിളിച്ചോ. മലരേ നിന്നെ കാണാതിരുന്നാൽ മായുന്ന പോലെ. ഹലോ തുഷി, പ്ലീസ് ഫോൺ കട്ട് ചെയ്യല്ലേ. നിന്നെ എപ്പോ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫിലാണല്ലോ ഉള്ളത്. എന്താ പറ്റിയത് നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? നിനക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ലേ? നീ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞാൻ എത്ര ടെൻഷനായി എനിക്ക് മാത്രമേ അറിയൂ. ആരാ അവിടെ പാട്ട് പാടുന്നത്? ആരുമില്ലല്ലോ. ഇവിടെ ആരും പാട്ടൊന്നും പാടുന്നില്ല. അതൊരു TV ഷോ. ഒരു TV ഷോ നടന്നുകൊണ്ടിരിക്കുക, വേറൊന്നുമല്ല. സൂപ്പർ സിംഗർ പോലുള്ള ഒരു ഷോയാ, അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതല്ലാതെ വേറൊന്നുമില്ലെന്നേ. പിന്നെ പറ, നിനക്ക് സുഖാണോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡോക്ടറിനെ പോയി കണ്ടായിരുന്നോ? നീ എന്തിനാ കെയർ ചെയ്യുന്നെന്നെ? ഞാൻ നോക്കിയോളാം. തുഷി പ്ലീസ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. തുഷി, പൂജ ഒന്ന് നിർത്ത്. What did I do? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ എന്റെ
ജീവിതത്തിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റികളൊക്കെ വേണമെന്ന് വിചാരിക്കുക. ഈ കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട്. അവളൊരു ഇന്നസെന്റ് വില്ലേജ് ഗേൾ അല്ലേ, അങ്ങനെ ഉണ്ടാവൂ. എന്ത് ചെയ്യാനാ? എൻ്റെ അവസ്ഥയിൽ നീ ആയിരുന്നെങ്കിലോ? ആക്ച്വലി എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഞാൻ എപ്പോഴും വളരെ അലേർട്ടാണ്. എനിക്കെപ്പോഴും എൻ്റെ ജോലിയാണ് ഫസ്റ്റ്. അതാണ് എൻ്റെ ടാർഗറ്റ്. ടാർഗറ്റ് ടാർഗറ്റ് ടാർഗറ്റ്. ഇപ്പോൾ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഈ കുടുംബം, കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ട്രാപ്ഡായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ, ഓൾറെഡി നമുക്ക് ഇഷ്ടം പോലെ മീറ്റിംഗ്സ്, ടാർഗറ്റ്, ഡെഡ് ലൈൻസ് എന്തൊക്കെയുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് വേറൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ആ വഴിയിലോട്ടേ ഞാൻ പോകത്തില്ല. മാത്രമല്ല, ജീവിക്കണമെങ്കിൽ നമുക്ക് പണമാണ് അത്യാവശ്യം. അതുണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് നീങ്ങുള്ളൂ. ഈ ലോകം തന്നെ പണത്തിൻ്റെ പുറകെ പായുക. ഞാനും അതിനുവേണ്ടി തന്നെയാ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. പണമില്ലാതെ ഈ ലോകത്തൊന്നുമില്ല. പറഞ്ഞത് ശരിയാ. ചിയേഴ്സ് ടു എവറിത്തിങ്. ചിയേഴ്സ്. പൂജ, ഐ ആക്ച്വലി ഹാവ് എ കൺഫെഷൻ. കൺഫെഷനോ? എനിക്ക് നിന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴേ വിൻബ്ലോ പോലായിരുന്നു. സത്യം പറഞ്ഞ നീ മുടി അഴിച്ചിട്ട് സുന്ദരിയായിരുന്നു. നിനക്കതൊക്കെ ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്. നീ വളരെ സുന്ദരിയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഡോർ ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ പോയിട്ട് ഓപ്പൺ ചെയ്യാം. അല്ല, ആരാ വന്നിരിക്കുന്നേ? അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നേരാണോ? അയ്യോ, അനുഗ്രഹിക്കണ അച്ഛാ. അനുഗ്രഹിക്കണേ അമ്മേ. സുഖങ്ങളൊക്കെ അല്ലേ? ഇരിക്കൂ ഇരിക്കൂ. തുസി, അല്ല തുസി, ആരാണെന്ന് നോക്കിയേ. ദേ കണ്ടോ? അമ്മേ, ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ. അച്ഛാ, സൂക്ഷിച്ചു. ആ മോളെ, നിനക്ക് സുഖമാണല്ലോ അല്ലേ? നോക്കിക്കോ, എന്താ നന്നായി മോളെ ഇത്? നോക്കിക്കഴിഞ്ഞല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, നന്നായിരിക്കുമല്ലേ? വാ എന്റെ മോള്. ഹേയ്, കണ്ടില്ലേ എന്റെ മോൾ എങ്ങനെയുണ്ടെന്ന്? വരുമ്പോ ഭയങ്കര ഫീലിംഗ് ആയിരുന്നല്ലോ എന്റെ മോൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. നിങ്ങളാണ് അവളെ വിഷമാക്കുന്നത്. അല്ല മോളെ, നീ ഒന്നും കഴിക്കാറില്ലേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, നിങ്ങളെന്താ അവളെ സപ്പോർട്ട് ചെയ്യാ? അത് പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. നല്ല വിശക്കുന്നുണ്ടെങ്കിൽ വേഗം എടുക്ക്. ഹലോ, കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഇവിടെ കഴിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ ഹോട്ടലിൽ ചെന്ന് കഴിക്കും. നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വേണമെങ്കിൽ കുറച്ച് വെള്ളം വല്ലതും കുടിച്ചിട്ട് കിടക്കാൻ നോക്കും. അല്ലെ, ഇവനോട് പറഞ്ഞത് നിന്നോടും പറയും. അച്ഛാ, ഇത് പ്രഭു എന്റെ കൂടെ ജോലി ചെയ്യുന്ന. ഓ, അപ്പൊ പുറത്തു പോകുമ്പോ ഇവനെ കൂട്ടിക്കൊണ്ട് പോവാം. ഞാൻ അറിഞ്ഞിടത്തോളം ഒരുപാട് പേരുടെ ക്രഷാ നീ. ഒരുപാട് പേരുടെയോ? നോട്ട് ബാഡ്. എത്ര ഫാൻ പേജസ് ഉണ്ടെന്ന് അറിയോ നിനക്ക്? ഏയ്, ഈ പൂജ എന്നെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ. എന്താ പറ. തുഷിയാണ് കാരണം. നീ ഒരുപാട് ഓവറാണ് അവളെ കുറിച്ച്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ തടാകങ്ങളും എല്ലാം വളരെ മനോഹരമായിരിക്കും. പിന്നെ അവിടെ വലിയൊരു അമ്പലമുണ്ട്. അവിടെ പൂജയൊക്കെ നടക്കും. അത് കാണാൻ തന്നെ നല്ല രസമാണ്. നിനക്കതിനെ പറ്റിയൊക്കെ അറിയോ? ഓഫ് കോഴ്സ്, എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ ഗ്രാമത്തിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലുള്ള ചടങ്ങുകളിൽ ഈ പാട്ട് പാടുന്നവരൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാനൊരു പാട്ട് പാടാം. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ പാട്ട് പാടാൻ മാത്രം? നീൽ, നോ നീൽ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ നേരം പോകുന്നതറിയില്ല. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ നേരം പോകുന്നതറിയില്ല.
നിദ്രാവിഹീനനായി രാത്രിയിൽ ഞാൻ അലഞ്ഞു. അതെ അതെ. നിദ്രയില്ലാതെ രാത്രിയിൽ ഞാൻ അലഞ്ഞു. നിന്നുടെ സാമീപ്യം എത്ര മനോഹരം. നിദ്രാവിഹീനനായി ഞാൻ അലഞ്ഞു. അടിപൊളി. എന്താണല്ലേ. കൊള്ളാല്ലേ അമ്മേ? ഹാ. ദാ വരാം. നിങ്ങൾ വല്ലതും കഴിച്ചോ മക്കളെ? ആഹാരം ചെയ്യണമെന്ന് തോന്നുന്നു മോനെ. ഇന്നൊരു ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ മോനെ? ഒരുപാട് ജോലിയുണ്ട്. അത് നടക്കില്ല. ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്, ലീവ് കിട്ടില്ല. അല്ല, നീ വരുന്നുണ്ടല്ലേ? ഞാൻ വരുന്നില്ല, മെയിൽ ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് മാനേജ് ചെയ്യോ പ്ലീസ്? ഓക്കെ. അതെ, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കേ. ഓ ശരി, നിങ്ങളെല്ലാരും എന്താ സംസാരിച്ചോണ്ടിരുന്നേ? നമ്മുടെ കാര്യം പറഞ്ഞോ? അത് നമ്മുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യം. ഇവരെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയിട്ട് അമ്പലത്തിലൊക്കെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ പല പൂജകളൊക്കെ ചെയ്ത് എല്ലാ ചടങ്ങുകളൊക്കെ ചെയ്യണ്ടേ? അവന്റെ വീട്ടിലേക്ക് പോകുന്നതിൽ എന്താ കുഴപ്പം? നല്ലതല്ലേ? നമ്മള് മാത്രം സംസാരിച്ചോണ്ടിരിക്കുന്നു, ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ കോലം കണ്ടോ നിങ്ങള്? ഇവള് വല്ല കഴിക്കുന്നുണ്ടെന്ന് പോലും അറിയുന്നില്ല. നോക്ക്, പിന്നെ ഈ മുടി കണ്ടോ എന്താ ചെയ്തു വെച്ചിരിക്കുന്നെന്ന് കണ്ടില്ലേ? അത് ഇഷ്ടായില്ല. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയാ. ഇനി ഒന്നും ആലോചിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും മാത്രം അവന്റെ വീട്ടിലേക്ക് പോയിട്ട് വന്നാൽ മതി. അത്രേ ഉള്ളൂ. അച്ഛാ, എപ്പോഴാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? അവര് തയ്യാറാണെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറാ. അത് മാത്രമല്ല, മരുമോൻ എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇവര് രണ്ടുപേരും വന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങള്. ഓ, ഇവളൊരുത്തി. ആ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവരെ രണ്ടുപേരെയും നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കുന്നത് എന്റെ ഉത്തരവാദിത്വം. ഓക്കെ? ഇവരെ രണ്ടുപേരും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്നെ വിശ്വസിക്കേ, ഞാനുണ്ട്. എല്ലാം അവൻ നോക്കിക്കൊള്ളുന്നു. നീ ഒന്ന് നീങ്ങിയിരുന്നേ. ശരി. എന്താ അമ്മീ പറയുന്നേ? സത്യമാണോ? വെറുതെ ടോർച്ചർ ചെയ്യാതെ. ഞാനോ? ഞങ്ങൾ നിന്നെ ടോർച്ചർ ചെയ്യുന്നെന്നോ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാ നിന്നെ പഠിപ്പിച്ചതാ, അന്ന് മറക്കരുത് നീ. മനസ്സാക്ഷി വേണം നിനക്ക്. നിന്നെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ട്. നിന്റെ ഇഷ്ടം, നിന്റെ ജീവിതം. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രണ്ടുപേർക്കും ഇവിടെ നിറയെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല. വരാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കമ്പനിയിൽ അങ്ങനെ ഇഷ്ടത്തിനൊന്നും ലീവ് എടുക്കാൻ പറ്റില്ല. നോക്കിയേ, കല്യാണം നിങ്ങൾ സിമ്പിളായിട്ട് അങ്ങ് നടത്തി. പക്ഷെ ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്തല്ലേ മതിയാകൂ. പറയുന്ന കേക്ക്, നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഫംഗ്ഷന് വന്നിട്ട് പോയാൽ മാത്രം മതി. പിന്നെ നീലിൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് തീയതി കൺഫേം ചെയ്തിട്ട് പോയേക്കാം. ഇല്ലില്ല, നീലിന്റെ അച്ഛൻ പറഞ്ഞാലും ഞാൻ വരില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ നാട്ടിലേക്ക് വരാൻ പറ്റില്ല. വല്ലാതെ ടെൻഷൻ അടിക്കുന്നു പൂജ. എന്താ വാടാ എപ്പൊ നോക്കിയാലും ടെൻഷൻ ടെൻഷൻ. ഇത്ര വലിയ പ്രശ്നം എന്താ? ഷോ, ഇങ്ങോട്ട് നോക്ക. എപ്പോഴും ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇരിക്കാൻ പാടില്ല, മനസ്സിലായോ? നീ വളരെ ലക്കിയാണ്, അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ട്. ഞാൻ ലക്കിയാണെന്നോ? ജീവിതത്തിന്റെ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മിഴിച്ച് നിന്നോണ്ടിരിക്കുക. അഭിനയിക്കല്ലേ? ഈ 2 മണിക്കൂറിനിടയിൽ നീ 2 പ്രാവശ്യം അവളെ ഫോൺ ചെയ്തു, മനസ്സിലായോ? അപ്പൊ അതിലെന്തോ ഉണ്ടെന്നല്ലേ അർത്ഥം? എന്തുണ്ടെന്നാ പറയുന്നത്? നീ ഡിസ്റ്റർബ്ഡ് ആവാൻ ഒരു കാരണക്കാരിയാണെങ്കിൽ എന്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് ഇറ്റ്? പറയടാ. ശരി, നീ തന്നെ പറ, എന്താ അതിന്റെ അർത്ഥം? പ്രേമം. യു ആർ ഇൻ ലവ്. പ്രേമം. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. I mean love. ശരി പൂജ, ഇത് പ്രേമമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, വേറെ ആരോടും ചോദിക്കും. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. ഇപ്പോഴും അവൾക്ക് എന്നെ നിനക്ക് തോന്നുന്നു? എങ്ങനെ അറിയാം? നീ പോടാ അവിടെ നിന്ന് ഓരോന്നും ചോദിക്കാതെ. എനിക്കിതിനെ പറ്റി ഒന്നും അറിയത്തില്ല. എന്താ, നിനക്ക് പ്രേമത്തെ കുറിച്ച് ഒന്നും അറിയില്ലെന്നോ? ഇമ്പോസിബിൾ. പറയുന്നേ. കുട്ടിക്കാലത്ത് ചെറുതിലെ ലവ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു. പക്ഷെ ഈ പ്രായത്തില് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. നിന്റെ കഥ കേൾക്കുമ്പോ ചിരിയാ വരുന്നേ. മുട്ടയെന്ന് വിരിയാത്ത പ്രായത്തില് പ്രേമിച്ചെന്നാണോ പറയുന്നേ? പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ലെന്ന്. നീ ആള് കൊള്ളാലോടി. വേറൊരു കാര്യം പറയട്ടെ. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു പ്രപ്പോസൽ വന്നായിരുന്നു.
പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ലവിലൊന്നും പോയി ചാടിയിട്ടില്ല. ഇപ്പം എൻ്റെ ഫീലിങ്സ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാം. ഓക്കെ? എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ വളർന്നത്. സ്നേഹവും വാത്സല്യമൊന്നും എനിക്ക് ആ പ്രായത്തിൽ കിട്ടിയിട്ടില്ല. വലിയ കഷ്ടമാണ്. അച്ഛനും അമ്മയും ഉണ്ടായിട്ടും ഈ ജീവിതം ഞാൻ ശരിക്കും പേടിച്ച ജീവിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും നീ കഷ്ടപ്പെട്ടല്ലോ. അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം കണ്ടതിന് ശേഷം ഈ കല്യാണം, കുടുംബം, പിള്ളേര് ഇതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ടാണോ വീട്ടിൽ നിന്ന് ഓടി വന്നേ? പിന്നെ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതായി. ആ സമയത്ത് അച്ഛൻ എന്തോ ഒരു കാര്യത്തിന് പുറത്തു പോയതായിരുന്നു. അതുകൊണ്ട് അച്ഛനെ വിളിച്ച് ഞാൻ കാര്യം പറയാമെന്ന് വെച്ചു. ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ തന്നെ എങ്ങനെയോ ഒരു ഓട്ടോ വിളിച്ച് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അമ്മയുടെ 2 കൈയും വളരെ തണുത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം ഡോക്ടർ അമ്മയെ ചെക്ക് ചെയ്തിട്ട് അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ കാര്യം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒട്ടും വിഷമമുണ്ടായിരുന്നില്ല. ഒരു തുള്ളി കണ്ണീര് പോലും ആ കണ്ണീന്ന് വന്നില്ല. അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി. പക്ഷെ ആ മനുഷ്യന് വിഷമമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ വിട്ടിട്ട് വരാൻ തീരുമാനിച്ചു. എൻ്റെ അമ്മ ഒരു പാവമായിരുന്നു. അതെ, പൂജയൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യണം. ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല. പൂജയും നന്നായിരിക്കണം. അതുപോലെ ആഹാരത്തിൽ ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതുപോലെ പന്തല് സാറേ, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, സാറ് പേടിക്കാതെ. ആ ശരി, എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. ഒരു കാര്യത്തിലും കുറവുണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മാത്രം മതി. ആ ശരി സാറേ, ചെയ്തേക്കാം. മടിക്കാതെ പറ. അത് സാറേ, കുറച്ച് അഡ്വാൻസ് കിട്ടിയിരുന്നെങ്കിൽ. അഡ്വാൻസ് ആദ്യം മര്യാദയ്ക്ക് പണിയെടുക്കേ, അത് കഴിഞ്ഞ് ബാക്കി കാര്യം. മനസ്സിലായോ? ഇയാളോട് ചോദിച്ചാൽ എന്നെ വേണം തന്നെ. അതെ, ചടങ്ങിന് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. എന്താ ചെയ്യാതെ പറ്റില്ലല്ലോ. ആദ്യം ഞാൻ നോക്കിക്കോളാം. ഇതിനൊക്കെ ആരും വരാനാ? ആഹാരത്തിൻ്റെ സമയത്ത് എല്ലാവരും എത്തും. പറഞ്ഞു. ഒരു മിനിറ്റേ, ഞാൻ അങ്ങോട്ട് പിടിച്ചോളാം. ഞാൻ പോവാണ്. എന്താ പോവന്നു? 2 ദിവസം കഴിഞ്ഞ് അമ്മയുടെ ചടങ്ങാണ്. പെട്ടെന്ന് നീ ഇങ്ങനെ ബാഗ് എടുത്തിട്ട് പോലെ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ജോലിക്ക് ചേരണം. അതുകൊണ്ട് കൊൽക്കത്തയ്ക്ക് പോവാണ്. നീ എന്തോ ഈ പറയുന്നേ? ഈ കുടുംബത്തിന് നീ സംരക്ഷിക്കുന്നല്ല എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ. അല്ല, എനിക്ക് പോയേ തീരൂ. എടാ, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ട് ഇവിടെ നിന്നില്ലെങ്കിൽ നിന്നെ പല്ല് ഞാൻ അടിച്ചു പിടിക്കും. പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല. ഞാൻ പോവാണ്. നീൽ, 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 എടാ അവിടെ നിൽക്കടാ മോനെ, അവിടെ നിൽക്കേ. നീൽ, നിൽക്കണം മോനെ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കാതെ പോകാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? പറയടാ. നിങ്ങൾ കാരണം എൻ്റെ അമ്മ മരിച്ചത്. എനിക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്നെ വിട്ടേക്ക്. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എൻ്റെ അമ്മയ്ക്ക് വിമാനത്തിൽ കയറാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞില്ല. അമ്മയുടെ അസ്ഥി ഞാൻ ഗംഗയിൽ നിമഞ്ജനം ചെയ്തപ്പോൾ ഒരു ഫ്ലൈറ്റ് മേലെ കൂടെ പറന്നുപോയി. അന്ന് ആ മുകളിൽ കൂടെ പറന്നു പോയത് ഒരു എയറോപ്ലെയിന് മാത്രമല്ല. അമ്മ, എൻ്റെ അമ്മയുടെ ഓർമ്മകളും അന്ന് അതോടൊപ്പം തന്നെ പറന്നുപോയി. എൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും വഴക്ക. അതിനുശേഷം അച്ഛനും അമ്മയും കോർട്ട്, ഡിവോഴ്സ്.
വേറെ ആരെങ്കിലും റിലേഷൻസ്? ഓ, ബന്ധുക്കളോ? അവരൊക്കെ അതിനേക്കാൾ മോശമാ. എല്ലാം സ്വത്തിന് വേണ്ടി അഭിനയിക്കുക. അതായത് ഈ സ്വന്തക്കാരൊക്കെ സ്വത്തെപ്പം ഞങ്ങൾക്ക് കിട്ടുമെന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു സ്നേഹവും ഇല്ല. അതിനുശേഷം കേസ് അവർക്ക് ഫേവറായിട്ട് വന്നു. ഇതിന് നമ്മൾ എന്താ പറയാ? മൈ ലോർഡ്, മൈ ലോർഡ്, മൈ ലോർഡ്, മൈ ലോർഡ്. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്ത് ചെയ്യാൻ പോവാ, എങ്ങനെ ജീവിക്കും, ഒന്നും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ജോലി അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പോഴാ എല്ലാം കുറേശ്ശെ മറക്കാൻ തുടങ്ങിയത്. എന്നാലും എനിക്ക് പറ്റുന്നില്ല. ഇതുപോലത്തെ സാഹചര്യത്തിലുള്ളപ്പോ എനിക്ക് ഈ പ്രേമം, കുടുംബം, കല്യാണം അതൊന്നും ആലോചിക്കാൻ പറ്റത്തില്ല. എനിക്കിതില്ല. മൊത്തത്തിലൊരു വെറുപ്പാ. പ്രോപ്പർട്ടി. സ്വത്തിനെ പറ്റി കേൾക്കുമ്പോ തല പെരുക്കാൻ തുടങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടാ. പറ്റുന്നില്ല. നമ്മുടെ ഈ ജനറേഷൻ ശരിക്കും പറഞ്ഞ സെൽഫിഷാ. നമ്മൾ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല. യഥാർത്ഥ സ്നേഹം, പ്രേമം ഒന്നും തന്നെ ഇല്ല. എന്തൊരു ജീവിതാടാ ഇതൊക്കെ. ഒന്ന് പോയാടാ. യു ആർ വെരി സ്വീറ്റ്. നിന്നെ പോലൊരു പയ്യൻ എന്റെ ജീവിതത്തിൽ വന്നാ അവൻ എന്നെ നന്നായിട്ട് നോക്കുമെന്ന് എന്റെ വിശ്വാസം. ഉറപ്പായും നോക്കും. കുറച്ച് പ്രേമം, കുറച്ച് ജീവിതം, കുറച്ച് വഴക്ക്, അങ്ങനെ അങ്ങനെ അങ്ങനെ. കുറച്ചടിയും സ്നേഹമൊക്കെ മാത്രം മതിയോ? അതല്ലാതെ വേറൊന്നും വേണ്ടെന്നാണോ? ശരിക്കും എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ. അഴകിൻ്റെ പ്രതിരൂപമാണ് നീ. കവിതയാണോ? കവിതയല്ല, പാട്ടാ. എന്താ, നിനക്ക് കവിത മാത്രമേ ഇഷ്ടമുള്ളൂ? ഇല്ല ഇല്ല. ഞാൻ തുഷിക്കൊരു ഫോൺ ചെയ്യട്ടെ? വേണ്ട വേണ്ട. അല്ല, എന്റെ ഫോൺ അവിടെ പോയി. ഞാനൊന്ന് വിളിക്കട്ടെ പ്ലീസ്? വേണ്ടെന്ന് പറഞ്ഞില്ലേ. വേണ്ട. നോ നോ പ്ലീസ് പ്ലീസ് പൂജ, ഒരു തവണ ഞാനൊന്ന് വിളിച്ചോട്ടെ? വേണ്ട. അല്ല, അതുകൊണ്ട് വിളിക്കുന്നതല്ല. അവള് ഫോൺ വിളിച്ചിട്ട് നോ എടുത്തില്ലെങ്കിൽ എന്നെ ഒരുപാട് വഴക്ക് പറയും. നോ 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 നോ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അവളിപ്പോ സ്വതന്ത്രമായിട്ട് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഒരു ആശംസ പറയണം, അത്രേ ഉള്ളൂ. പ്ലീസ്. എന്റെ ഫോൺ എവിടെ വെച്ച? വിളിക്കണ്ടെന്ന്. എവിടെ പോയത്? ഞാൻ എവിടെയായിരുന്നു വെച്ചത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ടാവണം. നമ്മൾ എപ്പോഴും അത് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ഇങ്ങനൊരവസ്ഥയിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടമില്ലാത്തൊരു ജീവിതമാണെങ്കിലും എന്ത് പറയാനാ. വലിയ ബുദ്ധിമുട്ട് തന്നെയാ. എന്ത് ചെയ്യാനാ? നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ആരെങ്കിലും കേൾക്കാൻ പോകണം. നമുക്കൊക്കെ ആര് വെറുതെ തരാനാ? ആദ്യമായിട്ട് നിന്നോട് ഞാൻ പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമാ. ഞാൻ പോയെന്ന് അവളെ കണ്ടിട്ട് വരാം. അവളെന്നെ വഴക്ക് പറയും, പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അവൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഒരു തവണ കണ്ടിട്ട് വരാം. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഐ ലവ് യു നീൽ. ഞാൻ അവളോട് ദ്രോഹം ചെയ്തോ? അവളെ നേരിട്ട് കണ്ട് എനിക്ക് ക്ഷമ ചോദിക്കണം. ഐ ലവ് യു നീൽ. പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഡോക്ടറെ കാണാൻ പോവില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്തിനാ ഫോൺ ചെയ്തേ?
നിനക്കെന്താ മനസ്സിലാവില്ലേ? ഇനി എന്നെ ഫോൺ ചെയ്യരുത്. ഇപ്പം എന്താ പറഞ്ഞു വരുന്നേ? നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണം? അങ്ങനെയൊന്നും എന്നെക്കൊണ്ട്. ഞാൻ വിളിക്കാം. നിനക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചോണ്ടെന്നാ. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുട്ടിക്കാലത്ത് നീ ആഗ്രഹത്തോടെ ചോദിക്കാറില്ലേ? അതുകൊണ്ടാണ് സർപ്രൈസായിട്ട് വാങ്ങിച്ചോണ്ട് വന്നേ. എന്ത് പറ്റി മോളെ? ഇത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? താങ്ക് യു അച്ഛാ. ഓ അച്ഛാ ടവലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ശരി. ആ ഞാൻ പോയി കുളിച്ചിട്ട് വരാം മോളെ. ആ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? ആ നീലിനി കല്യാണത്തിന് സമ്മതിക്കോ? കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ. എന്താ അമ്മേ? തുഷി തുഷി ഇത് കൂടുതലൊന്നും പറയാനില്ല. അവനെ കല്യാണം ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്താ മോളെ, നിങ്ങളെ ഒന്നിച്ചു വെക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വന്നത്? അച്ഛ ബാഗ് വേണ്ട വേണ്ട വേണ്ട, നീ വെറുതെ സംസാരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ എന്ത് കരുതും? നാളെ അവരുടെ മുന്നേ എങ്ങനെ നിൽക്കാൻ പറ്റും? അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ ആവശ്യമില്ലാത്ത വാശിയൊക്കെ? ദയവേത് രണ്ടുപേരും കല്യാണം കഴിക്കേ, അതാ ഞങ്ങളുടെ സന്തോഷവും. നിങ്ങൾ രണ്ടുപേരും എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി എൻ്റെ ജീവിതം ത്യാഗം ചെയ്യാൻ എനിക്ക് പറ്റില്ല. മനസ്സിലാക്ക് പ്ലീസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്ന അവസ്ഥയിലല്ല അവളെന്ന്. നീ എന്തിനാ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ നീലിൻ്റെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. അദ്ദേഹം ഒരു വക്കീലാണെന്നറിയാം. നമുക്ക് തീർച്ചയായിട്ടും ന്യായം കിട്ടും. എന്ത് കിട്ടുമെന്നാ? അദ്ദേഹത്തിന്റെ മോനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എല്ലാം നമ്മുടെ സമയം. വെറുതെ ടെൻഷൻ ആകണ്ട. നിങ്ങൾ എന്താ പറഞ്ഞേ? ചിൽ ചിൽ. അദ്ദേഹം ഇവിടെ വരുമ്പോഴേ നീ ഒന്ന് സമാധാനത്തോടിരിക്കണം. തുഷി മോളെ, മോളെ തുഷി, തുഷി മോളെ. ഇത് കണ്ടോ നീ? ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടമല്ല. ഇതുകൊണ്ടുള്ളത് ഞാൻ ഇടാറില്ല. ഇതിനെന്താ? ഈ ഡിസൈൻ നന്നായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ശാന്തയെ കണ്ടപ്പോ അവൾ ഈ ഡിസൈൻ ആയിട്ടിരുന്നത്. അവള് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ശാന്തയ്ക്ക് ഈ ഡിസൈൻ ചേരുമ്പോ എന്റെ മോക്ക് ചേരാതിരിക്കോ? അടിപൊളിയായിരിക്കും. ദാ മോള് തന്നെ ഇട്ട് നോക്കിയേ. അപ്പൊ ഇത് അവർക്കും കൊടുത്തേക്ക്. ശാന്തയ്ക്ക് കൊടുക്കാൻ എനിക്കറിയാം. അത് നീ എന്തിനാ പറയുന്നേ? എപ്പോ നോക്കിയാലും തർക്കുത്തരം പറഞ്ഞോണ്ടിരിക്കും. നീ കാണിക്കുന്നൊന്നും ശരിയല്ല മോളെ. എനിക്ക് സഹിക്കാനാവുന്നില്ല. അമ്മ ഇതിനൊക്കെ എന്തിനിങ്ങനെ കരയുന്നത്? മാറ് 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 മാറ്. ശരി, എന്തിനാ ഇത്ര ദേഷ്യം? ഒന്നും പറയണ്ട. ഞാൻ നോക്കട്ടെ എന്തൊക്കെയാ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കാണിക്കില്ല. ശരി, ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ അമ്മ ഇങ്ങനെ? നോക്കട്ടെ. നന്നായിട്ടുണ്ട്. ഇതെന്താ? ഇതാർക്കാ? നീലിന്. പിങ്ക് കളറോ? നന്നായിരിക്കുമല്ലേ? വേറെന്തൊക്കെ വാങ്ങിച്ചു? ദാ തരാം. പാൻറ്റോ? ടെലിക്കോട്ട്.
അമ്മേ അവൻ ബ്രാൻഡഡ് അല്ലാതെ ഒന്നും ഇടാറില്ല. എന്തിനാ കാശ് കളയുന്നേ? നീ കാശിനെ കുറിച്ചൊക്കെ എന്തിനാ പറയുന്നേ? നിനക്ക് മോന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അമ്മേ അമ്മ പ്ലീസ്, അവൻ അമ്മയുടെ മരുമകനൊന്നും അല്ല. അറിയാം, ലിവിങ് ടുഗദർ അല്ലേ? എന്താ പറഞ്ഞ? അത് തന്നെ നീ പറഞ്ഞില്ലേ, ലിവിങ് അതല്ലേ? അമ്മയുണ്ടല്ലോ. ദേ കണ്ടോ? അമ്മേ So sweet. സത്യത്തിൽ ഇതൊരു നല്ല മീറ്റിംഗ് ആയിരുന്നു. അതെ അതെ. താങ്ക് യു. പ്ലീസ് താങ്ക് യു പ്ലീസ് സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബിസിനസ്സിൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് 2 ടൈപ്സ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യുക എന്നത്. ഓക്കെ. അതായത് നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ കൊണ്ട് അത് വാങ്ങിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഓർഡറുകൾ ലഭിക്കും. മനസ്സിലായല്ലോ? അത് മാത്രമല്ല നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടും. ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ നെയ്മേഴ്സിനും നിങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും കൂട്ടുകാർക്കും അതുപോലുള്ളവർക്ക് എല്ലാവർക്കും. ആൻഡ് തീർച്ചയായും അടുത്ത വർഷത്തിനുള്ളിൽ നല്ലൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ബിസിനസ് എനിക്ക് വിശ്വാസമുണ്ട്. സോ നിങ്ങളോട് ഒരു കാര്യം പറയാം, എത്രത്തോളം ഓർഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വർഷത്തിനുള്ളിൽ നേടാൻ സാധിക്കും. റൈറ്റ്? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. പൂജ, നല്ല മീറ്റിംഗ് ആയിരുന്നു അല്ലേ? അതെ അതെ. പൂജ, കുറേ കാര്യങ്ങൾ അറിയാൻ ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസം. നമുക്ക് പൂജ, പുറത്തു പോയി കഴിച്ചാലോ? നൈസ് സാരി. താങ്ക് യു സോ മച്ച്. ഓക്കെ. പോവാം. നീ വരുന്നില്ലേ? അതെ, അത് ശരിയാ. Really? Hey, hi. How are you all? Long time, no? Yeah, yeah. ഞങ്ങൾക്ക് സുഖം. I know, നിങ്ങൾക്ക് yeah. സുഖമല്ലേ? Always busy. You know. അതെ അതെ. Yeah, come there, yeah. അതെ. ഹലോ ദയവേത് നീ എന്നെ മറന്നേക്ക്. തുഷി, പ്ലീസ്. അപ്പൊ ഇതിനെന്താ പരിഹാരം? ഡോക്ടറെ പോയിട്ട് കാണ്. ഡോക്ടറോ? ഞാൻ ഡോക്ടറെ കാണാൻ പോവില്ല. പറഞ്ഞ മനസ്സിലാവില്ലേ? ഫോൺ വെച്ചിട്ട് പ്ലീസ്, പോടാ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല. തുഷി, തുഷി. എന്തു പറ്റി മോളെ? അല്ല, നീ എപ്പോഴും അവനോട് മര്യാദയോട് സംസാരിക്കില്ലേ മോളെ? ഞാൻ എന്തിനാ അങ്ങനൊക്കെ? അവൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്ര. ഇവൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴൊക്കെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുക. അതിന്റെ അർത്ഥം അവൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം, അല്ലാതെ വേറൊന്നും അല്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്ക്. ഓഹോ, അതാണോ കാര്യം? ആ അങ്ങനെ രണ്ടുപേരും എന്നെ ടോർച്ചർ ചെയ്യും. ഞങ്ങളാണ് നിന്നെ ടോർച്ചർ ചെയ്യുന്നത്. നീയാണ് ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. അങ്ങനെ. നിന്നെയൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ പഠിക്കാൻ അയച്ചില്ലേ? ഞങ്ങളെ പറയണം. നിങ്ങളൊന്നും പറഞ്ഞോട്ടല്ലോ, എൻ്റെ ഇഷ്ടത്തിന് വന്നല്ലേ. എന്താ പറഞ്ഞേ? നീ സമയത്തിന് വീട്ടിലെത്താറില്ലെന്ന് ആ വേലക്കാരൻ ഞങ്ങളോട് പറഞ്ഞല്ലോ. അല്ല, ഞാൻ നിന്നോടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഞാൻ പറഞ്ഞപ്പോഴേ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ വരുമായിരുന്നോ? പറയൂ. ഞാൻ മിണ്ടാതിരിക്കില്ല. ആ നീല് വന്ന ഉടനെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവൂ. ഇതിനൊരു തീരുമാനം അറിയാതെ ഞാൻ ഇവിടെ വരില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലമ്മേ. നിങ്ങൾ അങ്ങനെ ചെയ്താ ഞാൻ എവിടേക്കെങ്കിലും പോവും. അല്ല, നീ എന്തായി പറയുന്നേ? ഓക്കെ ശരി, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഒന്നും മിണ്ടാതെ ഞങ്ങളുടെ കൂടെ നാട്ടിലേക്ക് വാ. അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാം. നാട്ടിലേക്ക് ഞാൻ വരണമെന്നോ? നോക്ക്, മാസം മാസം എനിക്ക് പെൻഷൻ വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. നിന്റെ ലൈഫ് സ്റ്റൈൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മണ്ടത്തരം പറയാതെ. എന്താ പറഞ്ഞത്? ഞാൻ വിഡ്ഢിയാണെന്നോ? ലിസൺ ടു മീ. നമുക്ക് സാമ്പത്തികം കുറവായിരിക്കാം, പക്ഷെ അഭിമാനം വിറ്റ് നമ്മൾ ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. വലിയ ഞാനി വന്നേക്കുന്നു. വന്നിരിക്കോ നാട്ടിൽ നിന്ന് ഉപദേശിക്കാൻ. നീ അച്ഛനോട് എന്തൊക്കെയാ പറയുന്നേ? എന്താ പറഞ്ഞേ? സൗകര്യങ്ങളില്ലെങ്കിൽ സാരമില്ലെന്നോ? ആ സൗകര്യത്തിന് വേണ്ടി ഇവിടെ വന്നത്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. നഷ്ടപ്പെട്ട ഞാൻ
വരണോ ഒക്കുക ആകാശത്തേക്ക് അതമറ്റുക ജീവിതം അതിനു വേണ്ടി ഒരിക്കൽ പറയൂ നമ്മൾ ഒന്നാകുന്നു. തിരിഞ്ഞ് ഈ സൈഡിലേക്ക്. ഇപ്പൊ ഇങ്ങോട്ട്. മോളെ ഉം, കഥവേ മുട്ടുന്ന ആരാന്ന് പോയി നോക്കിയേ. ശരി മുത്തശ്ശ. ഹായ് മോളെ. മുത്തശ്ശ ഇങ്ങോട്ട് നോക്കിയേ. ആ, വരൂ വരൂ വരൂ. അല്ലേ ഏട്ടാ, ആ ചേച്ചി. നിങ്ങൾ ഇപ്പോഴാണോ വരുന്നേ? നിങ്ങൾക്ക് സുഖമല്ലേ ഏട്ടാ? അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. ആ, 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 പിടി, 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 പിടി. പതുക്കെ എഴുന്നേക്ക്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ, ആ, ആ. ഞാൻ പോവാ. ആ എത്തിയോ? ആ, ആ. സുഖാണോ മോനെ നിനക്ക്? എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നേ? ആഹാരമൊന്നും കഴിക്കാറില്ലേ? ആ അതൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ട്. ഓഫീസിലെ ജോലിയും ടെൻഷനും ഒക്കെ ഉള്ളതുകൊണ്ട്. കലേ, വേഗം മരുമോനുള്ള ആഹാരം റെഡിയാക്കി വെക്ക്. മരുമോനോ? ഞാൻ വരുമ്പോ ഫ്ലൈറ്റിൽ കഴിച്ചിട്ടാ വന്നത്. ഞാൻ ലഞ്ച് കഴിച്ചോളാം. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് കുറെ നാളായി. അല്ല അതിനെന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്തേക്കാന്നേ. ചിക്കനും മട്ടനും എന്ത് വേണമെങ്കിലും നിങ്ങൾ കഴിച്ചാ മതി. കല്യാണി, എന്താ മരുമോന് സർപ്രൈസ് കൊടുക്കുന്ന പോലെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ലല്ല, വീട്ടിലെ ഭക്ഷണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അത് തന്നെ കഴിച്ചോളാം. നിങ്ങൾ ഉണ്ടായിക്കോളൂ ആൻറ്റി. പിന്നെ തുഷി എവിടെ? അവളെ കണ്ടില്ലല്ലോ. അവൾ ഓഫീസിലോട്ട് പോയോ? തുഷിക്ക് സുഖമില്ല, ഓഫീസിലേക്ക് പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. നിനക്കറിയില്ലേ മോനെ? ഉം. ആ തുഷി പറഞ്ഞായിരുന്നു. ജോലിയുടെ ടെൻഷൻ കാരണം മറന്നുപോയി. ആ. ഞാനോട് അച്ഛനാ സംസാരിക്കുന്നേ. ഇത്രയും നാളോട് അച്ഛനെ ഒന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? എന്നോടുള്ള സ്നേഹം അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നീ ഹൈദരാബാദിന് ജോലിക്ക് പോയ കാര്യം മറ്റൊരാളെ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാനായിട്ട്. എന്തൊരു നാണക്കേടാ. എന്ത് ചെയ്യാനാ? ഇങ്ങനെ ജീവിക്കാൻ നീ അനാഥനൊന്നും അല്ലല്ലോ. നീ എന്റെ മകനാണ്, മനസ്സിലായോ? നിന്റെ അച്ഛനാ. പറ്റി നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത് മറക്കണ്ട. ലൈനിലുണ്ടോ ഇല്ലയോ? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഞാൻ ചത്താ പോലും നീ എന്നെ ഒന്ന് കാണരുത്, കേട്ടല്ലോ? ഞാൻ നിന്റെ അച്ഛനും അല്ല, നീ എന്റെ മകനുമല്ല. ഇനി നീയും ഞാൻ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, കേട്ടല്ലോ? അച്ഛാ, നന്നായിട്ട് തമാശ പറയുന്നുണ്ടല്ലോ. എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? എന്താ ഞാൻ തമാശ പറയാണെന്ന് പറയണോ? അച്ഛാ, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതാണ്, ഇനി എന്നെ വിളിക്കരുതെന്ന്. പിന്നെ ഞാൻ സംസാരിക്കാം. അതൊക്കെ പോട്ടെ, നീ ഒന്നും മനസ്സിൽ വെക്കണ്ട. നീ വരുമ്പോ ഗിഫ്റ്റ് മേടിച്ചിട്ട് വന്നാ മതി. അത് മറക്കാതെ ഇങ്ങ് കൊണ്ടുവന്നാ മതി. ആ ശരി ശരി, വരാം 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 അച്ഛാ, വരാം വരാം. മൈ ലൈഫ്. നീ തുഷിയെ കണ്ടിരുന്നോ? നീ വേണം അവളുടെ കൂടെ ഇരിക്കാൻ. ഒരുപാട് ദൂരെയുള്ള മോനെ ആഹാരം കഴിക്കുന്നുണ്ടെന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ. അങ്ങനൊന്നുമില്ലമ്മേ, ഞങ്ങൾ സന്തോഷത്തിലാ. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തുഷിയുണ്ട്, തുഷിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാനും ഉണ്ട്. ആ പക്ഷേ സ്നേഹമുള്ളവർക്ക് അതിൻ്റെ ഒരു ടെൻഷൻ കാണുമല്ലോ അല്ലേ? ആ ദുസിയുടെ അമ്മായി കവി എന്നൊരാളുണ്ട്. അവൾ ഞങ്ങളോട് പറഞ്ഞു ദുസിയുടെ അഡ്രസ്സ് താ, ഞാൻ 2 ദിവസം താമസിച്ചിട്ട് വരാമെന്ന്. പക്ഷേ ഞാൻ അഡ്രസ്സ് കൊടുത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ വരുമായിരുന്നല്ലോ. നിങ്ങൾ എന്താ പറയുന്നേ? അവൾ ഇവിടെ വന്ന് കണ്ടിട്ട് പോയിട്ട് ദുഷി കല്യാണം കഴിക്കാതെ ജീവിച്ചോണ്ടിരിക്കുകയാണെന്ന് നാട് മൊത്തം പറഞ്ഞുണ്ടാക്കാനോ? അതും ശരിയാ. അങ്കിൾ, ആൻറ്റി, നല്ലൊരു തീയതി തീരുമാനിക്ക്. നിങ്ങൾ വേണം ഒരു നല്ല ദിവസം നോക്കാം. തീർച്ചയായും. ഇപ്പോ ഉത്തരവാദിത്തമുള്ള ഒരു പയ്യനായിട്ടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇങ്ങനെ ഒരു മരുമകനെ കിട്ടാൻ നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കണം. അല്ല നിങ്ങൾക്കല്ല, ദുഷി. ഇതാ മോളെ,
കഴിക്കും മോളെ. സാരമില്ല അച്ഛാ, എനിക്ക് വേണ്ട. ഏ? ഇപ്പൊ നിനക്ക് സന്തോഷായോ? എന്താ നീ എന്തായി പറഞ്ഞു വരുന്നേ? നിനക്കൊന്നും അറിയില്ലല്ലേ? എന്നെ കല്യാണം കഴിക്കാവുന്ന അച്ഛനോടും അമ്മയോടൊക്കെ നീ പറഞ്ഞെന്ന് കേട്ടു. വലിയ ഹീറോയുടെ വിട്ട് ഡയലോഗ് ഒക്കെ അടിക്കുന്നു. നീ എന്താ അത്രയ്ക്ക് വലിയ ആളാണോ? അല്ലല്ല, ഞാൻ ഹീറോ ഒന്നുമല്ല. പ്രഭു ആണോ വലിയ ഹീറോ? ഞാൻ കോമഡിയൻ അല്ലേ. കൂടുതൽ സംസാരിക്കണ്ട. പിന്നെ പൂജയുടെ കൂടെയുള്ള ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് നേരം നീ ഒന്ന് വായടച്ച് വെക്കുന്നുണ്ടോ? പൂജ എന്റെ ഫ്രണ്ട്, അത്രേ ഉള്ളൂ. വെറും ഫ്രണ്ടോ? നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത്? അന്ന് കോൾ ചെയ്തപ്പോ മ്യൂസിക് പ്രോഗ്രാം എന്ന് പറഞ്ഞു. പക്ഷെ ആരുടെ കൂടെ എനിക്ക് നന്നായിട്ട് അറിയടാ. ഇതാ നിന്റെ പ്രശ്നം. ഇത് നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് മൊത്തം ഉണ്ട്. നീ കാണുന്നത് മാത്രം ശരിയെന്ന് പറയുന്നു. പൂജ ഇല്ലെന്നാണോ പറയുന്നേ? പറ, പൂജയുടെ കൂടെ ചുറ്റിക്കറങ്ങല്ലായിരുന്നു നീ? ദയവ് ചെയ്ത് ഈ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി. അച്ഛനും അമ്മയും നാട്ടിലേക്ക് പോയാൽ പിന്നെ നീ എന്റെ കൂടെയല്ലേ ജീവിക്കണ്ടേ? എന്താ ഒരു സ്വകാര്യം പറച്ചില്ല? ഞാനുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്താണെങ്കിലും ഞാൻ ചെയ്തു തരാം. നിന്നെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നിനക്കും അത് നല്ല മാത്രം വേണ്ട അച്ഛാ. ഞാൻ സിംഗിളാ. ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. ആവൊന്നും വിശ്വാസമില്ല. എന്നെ അനുഗ്രഹിക്കണം. അച്ഛനും അനുഗ്രഹിക്കണം. ഞാൻ പോവാണേ. ജീവിതം ഒരു യാത്രയായി. നോക്ക്, നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടുന്ന് പോ. പോകാനോ? അല്ല, എന്തിന്? ഞാൻ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? നീ പറ, ഞാൻ എന്തിനാ പോകുന്നേ? നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നിന്റെ അച്ഛനും അമ്മയും ഓക്കെ പറഞ്ഞു. ഇനി എന്താ വേണ്ടേ? എന്താടാ? നീ ആറ്റിറ്റ്യൂഡ് ദയവ് ചെയ്തൊന്ന് മാറ്റി. ഒരു നല്ല ഭർത്താവായിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നീ അതൊന്ന് മനസ്സിലാക്കരുത്. ഞാൻ ചീറ്ററോ? അപ്പൊ നീ ആരാ? നീ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നപ്പോ ബിഗു നിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇരിക്കുകയായിരുന്നോ? നീ എന്തോ വലിയ ഉത്തമയെ പോലെ സംസാരിക്കോ? എന്താ ഇത്? എന്തെങ്കിലും പ്രശ്നമായി കാണുമോ? അറിയില്ല, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. തുഷി, ഞാനൊന്ന് പറയട്ടെ. നീ ജീവിതകാലം മുഴുവൻ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കും. അതുമാത്രമല്ല, നിന്റെ വയറ്റിലൊരു കുഞ്ഞുമില്ലേ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ജീവിതകാലം മുഴുവൻ എന്നെ ഭ്രാന്തനാക്കുമെന്നാ തോന്നുന്നേ. ഹലോ പൂജ. പൂജ, ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. ഒന്ന് പെട്ടെന്ന് ഓഫീസിലേക്ക് വരൂ, അർജന്റ് വർക്ക് ഉണ്ട്. പക്ഷേ ഇന്ന് ഓഫീസ് ലീവല്ലേ? കുറച്ച് അർജന്റാ, പെട്ടെന്ന് വാ. വാ. ഓഫീസിലെന്തോ ചെറിയ പണിയുണ്ടെന്ന്. ഞാനതൊന്ന് തീർത്തിട്ട് പെട്ടെന്ന് വന്നേക്കാം. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും ഡേറ്റിങ്ങിന് പോവാം. നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ. ഇന്ന് നമുക്ക് പോവാം. നമസ്കാരം സാർ. ആ, സാർ ഇത് നോക്കിയിട്ടൊന്ന് സൈൻ ചെയ്തേ. എല്ലാം ഉണ്ടല്ലോ. താങ്ക് യു സർ. സാർ, ഉടൻ തന്നെ മെയിലെല്ലാം അയച്ചേക്ക്. ക്വിക്ക് ഫാസ്റ്റ്. ആ മിസ്റ്റർ നീ, സാർ, ഡു യു ഹാവ് എനി ഐഡിയ? നീ കാരണം കമ്പനിക്ക് എത്രത്തോളം ലോസ് ആയെന്നറിയോ? എനി ഐഡിയ? ഞാനെന്താ സാർ, ഞാനെന്താ ചെയ്തേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? മെൽബോൺ കസ്റ്റമറിന്റെ ഡെലിവറി ഡേറ്റ് എന്നാണെന്നാ ചോദിച്ചേ? സാർ, പ്ലീസ് കം ഇൻ. ഞാനതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് ഡെലിവറി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തതാണ് സാർ. അപ്പോൾ ഡെലിവറി ടീമിനെ അയക്കാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ആ വിഡ്ഢികളെ എന്തുകൊണ്ട് അയച്ചില്ല? അവരങ്ങനെ ചെയ്തില്ലെങ്കിലും നീ ഫോളോ ചെയ്യാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഐ വാസ് നോട്ട് ഇൻ ടൗൺ. ഐ വാസ് ഇൻ എന്നോട് ഹൈദരാബാദ്. ആരാ ഹൈദരാബാദിലേക്ക് പോകാൻ പറഞ്ഞത്? ആരാണെന്ന്? പൂജ. സർ, പൂജയോ? I didn't ask him to go to Hyderabad. ഞാൻ വേറെ ആരെങ്കിലും കൂട്ടിട്ട് വരായിരുന്നു പ്ലാൻ. അപ്പോൾ ഇയാൾക്ക് ഇവിടെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ജോലിക്കായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയേ. വേറൊന്നുമില്ല. പക്ഷേ പ്രോപ്പറായിട്ട് പെർമിഷൻ വാങ്ങിച്ചില്ലെന്ന് ഇപ്പോഴാണ് അറിഞ്ഞേ. പിന്നെ മിസ്റ്റർ നീലഭൂഷൺ, നാളെ തന്നെ നിങ്ങളുടെ രാജിക്കത്ത് ഇവിടെ സബ്മിറ്റ് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോകാം. ഓക്കെ? മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ HR നിങ്ങളോട് സംസാരിക്കും.
എന്നാ പയ്ക്കോ. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. സർ അതല്ല സർ, ഞാൻ പറഞ്ഞു വന്നത് എന്താ ജോലി കഴിഞ്ഞോ? എന്തു പറ്റി? ജോലി പോയല്ലേ? സാരമില്ല. ഹേ, നീൽ, ദാ നോക്ക്, എൻ്റെ അക്കൗണ്ടിൽ 3 മാസത്തേക്കുള്ള കാശുണ്ട്. അതിനുള്ളിൽ വേറെ ജോലി കിട്ടുമെന്നേ. ഇതാലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. ഇതില്ലെങ്കിൽ വേറൊരു ജോലി കിട്ടും. ടെൻഷൻ അടിക്കാതെ. ഞാൻ അതുകൊണ്ടൊന്നുമല്ല വിഷമിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ആ കമ്പനിയിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ നമ്മുടെ കല്യാണത്തിന് കുറേ ഫേവേഴ്സ് കിട്ടിയാണ്. അത് നഷ്ടമായി. സീരിയസ് ആയിട്ട് സംസാരിക്കില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നീ സ്പോൺസറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം തമാശയാണോ? തുഷി, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എന്താ? അച്ഛനും അമ്മയും എവിടെ പോയി? അവരെല്ലാം കടയിൽ പോയിക്കുവാ. നീ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് പറ. പറയാം. ഞാൻ ഹൈദരാബാദ് പോയിരുന്നില്ലേ? അപ്പോൾ കാർഡും ക്യാഷും എല്ലാം. എന്തു പറ്റി എല്ലാം? എന്താ നീൽ, നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? എനിക്കൊരു സമാധാനം തരില്ലേ? നീ ദയവ് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് പോ. നിനക്ക് ജീവിതം വെറും കുഞ്ഞുകളിയല്ലേ? ഇനി എന്നോട് നീ സംസാരിക്കാൻ വരണ്ട. റെസ്പോൺസിബിൾ ഇഡിയറ്റ്. ഞാൻ എങ്ങനെയാ ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? തുഷി, 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 തുഷി. തുഷി, അല്ല മോളെ, നോക്കിപ്പോ. ഓ, അയ്യോ, വീഴുന്നാ നീ. ചേട്ടാ, ഒന്ന് പിടിച്ചേ. മോളെ, പതുക്കെ. നിന്നോട് പറഞ്ഞല്ലേ നോക്കി നടക്കാൻ. നിന്നെ കൊണ്ട് തോറ്റു. എണീക്ക്. ഒന്നുമില്ലെന്നേ. വാ വാ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെക്കാം മോളെ. വാ. ഒന്നുമില്ല മോളെ, പേടിക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് നോക്ക്.
നീ മാത്രമേ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എപ്പോൾ ചിരിക്കും എപ്പോൾ കരയും ഇതെല്ലാം മനസ്സിലാക്കിയത് നീ ഒരാൾ മാത്രം. എൻ്റെ മനസ്സിലെ വേദനയും സങ്കടവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ നീ. ആ മനസ്സ് എപ്പോഴും നിന്നെ മാത്രം തേടുന്നു. കാരണം നീയാണ് എൻ്റെ എല്ലാം. നീയാണ് എൻ്റെ ലോകം. എല്ലാം എല്ലാം നീ മാത്രം. ഞാൻ നിന്റെ അടുത്ത് പറയാൻ വന്നപ്പോഴൊക്കെ നീ അതെല്ലാം തെറ്റായിട്ടെടുത്തു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ഞാൻ ഹൈദരാബാദിൽ കാർഡും ക്യാഷും എല്ലാം വെച്ച് നിനക്ക് വേണ്ടി ഈ ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നതാ. ആ ഇറ്റ്സ് നത്തിങ് പേഴ്സണൽ സർ. സാറിന് പോണമെന്നുണ്ടോ? അതായത് എന്താന്ന് വെച്ചാ സത്യസന്ധനാണ്, നല്ലവനുമാണ്. ഇപ്പൊ എന്താ നീ പറഞ്ഞു വരുന്നത്? സത്യസന്ധനാണോ അതോ നല്ലവനാണോ? സത്യസന്ധൻ, സത്യസന്ധതയുള്ള നല്ലവൻ സർ. എന്താ പറഞ്ഞേ? ഇവനെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ. സാരമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയോ. ജോലി പോലും സാരമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്ത്? നീൽ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചെന്നോ? ഇവനെന്താ ഇങ്ങനെ ചെയ്തേ? നിങ്ങളെങ്കിലും അവനോട് അൺബ്ലോക്ക് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? തൈര്. എന്ത്? അതായത് ഫംഗ്ഷന് വരുന്ന എല്ലാവർക്കും ഒരു തൈര് പാക്കറ്റ് സ്പോൺസർ ചെയ്യാം. അവനും അതാണ് ആഗ്രഹം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ അതെ സർ, അത് തന്നെ. തുഷി, സമയം വല്ലാതെ വൈകുന്നു, നീ ഒന്ന് വേഗം വാ. സമയാവുന്നോ? വെച്ചിട്ട് പോടാ, കുറച്ചു നേരം വെയിറ്റ് ചെയ്. ഒരു കാര്യം അറിയോ? നിന്റെ അച്ഛൻ എന്റെ അച്ഛനെ വിളിച്ചേക്കുന്നു. എന്തിന്? ഞങ്ങള് സ്ത്രീധനം തരണമെന്ന്. നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ ഉള്ളതല്ലേ, പിന്നെന്തിനാ ഞങ്ങളുടെ സ്ത്രീധനം? നീ ഒരു കാര്യം ചെയ്, നീ അദ്ദേഹത്തിന്റെ അടുത്ത് സ്ത്രീധനം ചോദിക്ക്. നിനക്ക് എപ്പോഴും കുഞ്ഞുങ്ങളിയാ അല്ലേ? സീരിയസ് ആയിട്ട് ഇരിക്കത്തേ ഇല്ല. തുഷി, തുഷി, ഓ ഷിറ്റ്.